അല്ലേ എന്താടാ ഏതൊക്കെ ഹോബി ബ്രേക്ക് ചെയ്തു ഇപ്പോ എത്ര അവറിന്റെ ഒക്കെ ബ്രേക്ക് ചെയ്തു എല്ലാം അടിച്ച് നിരത്തിയോ 5-10-5-15 കഴിഞ്ഞ് 5-10 രണ്ടും ബ്രേക്ക് ആയി. ആ അഞ്ചും സോറി, ആ ഞാൻ വിചാരിച്ചു 10 5-15 ഞാൻ ബ്രേക്ക് ആയി. പഠിക്കുന്നത് ആ പിന്നെന്താണ് ഏത് റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തപ്പോ റീടെസ്റ്റ് താഴെ അടിജാവളി പോകുന്നുണ്ട്. പയ്യാ പോയതല്ലേ നല്ല ലേറ്റാ അതൊന്നും ഇങ്ങനെ പോയത്. പെട അടിപൊളിയായി. അഫ്സൽ എടുത്തായിരുന്നു. അഫ്സൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ഷെഫീഖ് ബ്രോ, മൊയ്തീൻ ബ്രോ, ശരത്ത്, അങ്ങനെ എല്ലാരും ഉണ്ട്. സോ ഗുഡ് ഈവനിങ് ഗൈസ്. എല്ലാരും കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ട്. ഉം. നോക്കട്ടെ കേട്ടോ. നമ്മള് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ഫ്രൈഡേ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സൈക്കോളജിയും കാര്യങ്ങളും മൊത്തത്തിലായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് മാർക്കറ്റും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പൊ പോയ ബൈ എല്ലാരും കണ്ടിരുന്നല്ലോ അല്ലേ? ആരെങ്കിലും എടുത്തായിരുന്നോ അത്? നവാസ് അതിൽ നീ എന്താ പറഞ്ഞത്? മറ്റേ കൺഫർമേഷന്റെ കേസ് നീ എന്താ ഇപ്പൊ അത് കണ്ടില്ലേ? ഇല്ല, ത്രീ ഞാന് കുറെ നേരം 15 മിനിറ്റിലൊക്കെ നോക്കിയിരുന്നു. 15 മിനിറ്റിൽ ആ ഒരു അല്ല ക്യാമറ പിന്നെ ഒന്നും മാർക്കറ്റ് ഒന്ന് ശരിയാവുന്നില്ല. റേഞ്ച് കളിച്ചിട്ടാണ് അത് പോയത്. സംഭവം ഒരു ഫസ്റ്റ് പിൻബാർ വന്നപ്പോ വന്നെങ്കിലും 5 മിനിറ്റിൽ ഫസ്റ്റ് നല്ലൊരു വന്നതിലൊന്നും പിൻബാർ കൺഫർമേഷൻ ആയില്ല. പിൻബാർ വന്നിട്ട് പിന്നെ കൺഫർമേഷൻസ് ഒന്നും കിട്ടിയില്ല. പിന്നെ താഴേക്ക് തന്നെയാണ് പുഷ് കാണിച്ചിരുന്നത്. പക്ഷെ ആ ലാസ്റ്റ് റേഞ്ച് കളിച്ചിട്ട് ആ ലാസ്റ്റ് ക്യാൻഡിൽ ലോയും ഹൈയും കൂടെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഒരു ഇത് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്തത്. ഓക്കെ. ഇപ്പത്തെ സെല്ല് ഇപ്പോ മാർക്കറ്റ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ 1 അവർ ഇപ്പൊ നമ്മൾ ഇത്രയും ഇമ്പൾസീവ് പോകുന്ന സമയത്ത് ഒരിക്കലും 5 മിനിറ്റിന്റെയും 15 മിനിറ്റിന്റെയും OB നോക്കരുത്. 5 മിനിറ്റ് ഹൈ ടൈം ഫ്രെയിം ആണ് നോക്കുക. ഇപ്പൊ ഈ സ്ട്രക്ചർ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഹൈ ഇതല്ലേ, ലോ ഇതല്ലേ. അപ്പൊ സ്ട്രക്ചർ നോക്കുമ്പോൾ 75-ലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്. ഫിബ് നോക്കുമ്പോൾ കേട്ടോ, കണ്ടോ കറക്റ്റ് 75 എഡ്ജിന്റെ ഉള്ളിലാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള OB വന്ന് നിൽക്കുന്നത് ഈ ഒരു വിക്കിലാ. പിന്നെ ഇതിൽ ഓൾറെഡി ഒരു വട്ടം തട്ടിയായിരുന്നു. ഇത് എടുക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റ് 50 വന്നിട്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഈ ഇറങ്ങണ ഇറക്കത്തില് വേറൊരു സെല്ല് നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഡോജി ക്യാൻഡിൽ ഉണ്ട് ലോ ടൈം ഫ്രെയിം നോക്കുമ്പോൾ. 5 മിനിറ്റ് ഒക്കെ നോക്കുമ്പോൾ ഉണ്ടോ ഈ ഇറങ്ങൽ ചിലപ്പോൾ ഇതുവരെ ഇറങ്ങുള്ളൂ. പിന്നെ കറക്റ്റ് അവിടുന്ന് മുകളിൽ തന്നെ ഡയറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വിപ്പ് $10 മൂവ്മെന്റ് ഒക്കെ ആയിട്ടോ. കൺഫർമേഷൻ നമുക്ക് എന്തായാലും ഇവിടെ അല്ലേ വരുള്ളൂ. 67 ടു ഇത്രേ വരുള്ളൂ. പിന്നെ ഇവിടുന്നും കൂടെ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യണം നോക്കിയിട്ടാണ് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ എപ്പോഴും പറയുന്ന ഒരു ഇതാണ് കേട്ടോ. കുറെ ബൈ ക്യാൻഡിൽസിന്റെ ഇടയിൽ ഒരു ഡോജി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ അവിടുന്ന് എപ്പോഴും മാർക്കറ്റ് റിയാക്ട് ചെയ്യാറുണ്ട്. ഫിബ് ഡിലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ അങ്ങനെ. അപ്പോൾ ഇവിടുന്ന് റിയാക്ട് ചെയ്തിട്ട് ഹൈ പ്രൊട്ടക്ട് ചെയ്യാണ് മാർക്കറ്റ്. ഒരു ക്യാൻഡിലും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി സെല്ല്. ഓക്കെ അങ്ങനെ. അപ്പൊ ഇങ്ങനെയാണ്. എന്തായാലും ഇത് കർശനം വരും. പിന്നെ അത്യാവശ്യം ക്യാപിറ്റൽ ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, സെല്ലൊക്കെ കൂളായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ സെല്ല് കുറച്ച് വലുത് വെച്ചാലോ അല്ലെങ്കിൽ വെച്ചിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. എന്തായാലും മാർക്കറ്റ് 58 റേഞ്ചിലൊക്കെ ഈ ഒരു ടിക്കറ്റ് ഡിലേ ബ്രേക്കർ വരാറുണ്ട് ഇതുവരെയൊക്കെ. അങ്ങനെ. സബസാർ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ ഇവിടെ? കേൾക്കുന്നുണ്ട്. നിങ്ങളേതായാലും മാർക്കറ്റ് കഴിയിട്ട് നിൽക്കാണ്. ആ ഓക്കെ. അപ്പോ ഇത്രയാണ് പറയാനുള്ളത് മെയിനായിട്ട്. പിന്നെ മുകളിൽ ആ ബൈ പോയത് എല്ലാവർക്കും പിന്നെ അറിയണല്ലേ. കറക്റ്റ് ഈ OB എന്നാണ് പോയത് കേട്ടോ. 50 മിനിറ്റിന്റെ അവസാന ഇതെന്നാണ് പോയിട്ടുള്ളത്. ഓൾറെഡി മാർക്കറ്റ് ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചേഞ്ച് ഓഫ് കാറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സൽ ആയി എന്നുള്ളതിന്റെ ഒരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പോകുന്നത് അത്യാവശ്യം ഒരു 88 ഏരിയ. ഇപ്പൊ 4 അവർ മൺഡേ ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ ഒരു ഇതാണ് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇനി അടുത്ത ഹൈ എടുക്കാണ്ട് അല്ലെങ്കിൽ 50% എങ്കിലും എത്തണം. പ്രീവിയസ് ഡേ എടുക്കുന്ന സമയത്ത് ഇത് വേറെ ആയിട്ടാണ് കേട്ടോ അത് ക്യാൻഡിൽ ഇങ്ങനെ കാണുന്നത്. ഒരു മിനിറ്റ്. എന്താ ഇവിടെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത്. ഇനി എന്ത് ചെയ്യണം? ഹൈ എടുക്കണം കേട്ടോ. ഹൈയോ അല്ലെങ്കിൽ ഈ ഒരു വിക്കിന്റെ 50 എങ്കിലും വരണം ആദ്യം.
അപ്പൊ ഹൈ ആണെന്നുണ്ടെങ്കിൽ 87 ആ റേഞ്ച് വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ബൈ സ്ട്രോങ് ആയിട്ടുണ്ട്. ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഹൈ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ. പിന്നെ 4 hour ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. സോ സെല് ചെയ്യുമ്പോൾ നല്ല കൺഫർമേഷൻ കിട്ടിയിട്ട് ചെയ്യുക, കാരണം മൊമെന്റം നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഓക്കെ, ഇത്രയാണ് ടെക്നിക്കലി പറയാനുള്ളത്. ഓക്കെ, ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെല്ല് കിട്ടുമോ എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പൊ അവിടെ നിന്നുള്ള റിയാക്ഷൻ ഒന്നുകൂടെ കൺഫർമേഷൻ ആയിട്ടില്ലല്ലോടാ. അതാ ഞാൻ പറഞ്ഞ ആ ഡോജിൽ തട്ടിപ്പോവല്ലേ. അല്ല, വോയിസ് കട്ടായി പോകുന്നു സംസാരിക്കുമ്പോ. ആ ഓക്കെ 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 ഓക്കെ. അതോ അടുത്തൊരു ലിക്വിഡിറ്റി ഇത് വരുന്നുണ്ട്, അതും കൂടെ ഗ്രാബ് ചെയ്യോ നോക്കാം. അത് ഗ്രാബ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു FUക്ക് നോക്കാം കേട്ടോ. അത് ഗ്രാബ് ചെയ്തിട്ട് ഇതിന്റെ 50 ഇറങ്ങുമോ എന്നുള്ള സെല്ല് നോക്കാം. ഇത് 77 കേട്ടോ. ഇപ്പൊ മാർക്കറ്റ് ഇറങ്ങുന്നത് എവിടുന്നാ? മാർക്കറ്റ് ഇറങ്ങുന്നതും ഒരു വിൽക്കുന്ന തന്നെയാണല്ലോ അല്ലെ. ഇവിടെ 50 മിനിറ്റിന്റെ ഒരു OB തട്ടിയിട്ടാണ് മാർക്കറ്റ് ആ ഒരു ചെറിയ പുഷ് താഴത്തേക്ക് തന്നത്. പക്ഷെ മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല, മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ലോ പ്രൊട്ടക്ട് ചെയ്ത് ഹൈ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ല് ഇവിടുന്ന് കിട്ടുമോ നോക്കാം. കേട്ടോ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ ടെക്നിക്കലി ചോദിക്കാനോ പറയാനോ? ആരും ഹോൾഡിംഗ് ഒന്നും വല്ലാണ്ട് ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പൊ ഓൾറെഡി നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് സെല്ലൊന്നും വല്ലാണ്ട് ഹോൾഡ് ചെയ്യരുതെന്ന്. പിന്നെ ഒന്നാമത് വാറും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യും ഹോൾഡിംഗ് മൊത്തം. പിന്നെ ഇന്ന് ഫ്രൈഡേ കൂടെ ആണ്, അറിയാലോ. മൺഡേക്ക് എന്താവും എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ആരും ഹോൾഡ് ചെയ്ത് വെക്കരുത് ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ സബ സാർ, അറിയോ സാർ? നോക്കട്ടെ ഇവിടെ ആരൊക്കെ 52 54 ആളുകളുണ്ട്. ആരൊക്കെയാണ് മഹാമാര്? എല്ലാവരും ഉണ്ട്. അരുണേട്ടാ, ഇല്ല ട്രാവലിങ്ങില് എന്താ തിരക്കിലാണോ? ഡ്രൈവിംഗ് ഓടിക്കുകയാണോ അതോ സൈഡ് സീറ്റിലാണോ? അഞ്ചാർക്കാ. ഹലോ, ഞാൻ അരുണേട്ടാ പറയൂ. സബ ഞാൻ യാത്രയിലാണ്. ആണല്ലേ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ പിന്നെ കുഴപ്പമില്ല, മ്യൂട്ട് ആയിക്കോളൂ. ജിഷ്ണു, ഞാനിവിടെ ബിനു ഇവിടെ ഹാജരായിട്ടുണ്ട്. ആ എത്തിയോ? ഒന്ന് വരൂ, ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏ കേട്ടോ. ഒന്ന് കാണണം ഒരു അല്ലേ വടി സബ സാർ? റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ്? ബിനുവേട്ടാ അപ്പൊ എന്നാ വരിക? നാളെ വരാൻ പറ്റുമോ നാളെയാ? കേട്ടോ? പറ്റുമോ എന്ന് നോക്കൂ. നാളെ ശനിയാഴ്ച അല്ലേ? ആ, നാളെ സാറ് ശനിയാഴ്ച മാർക്കറ്റ് ഒന്ന് കണ്ടാ ബിനുവേട്ടനൊന്ന് കണ്ടാ മതി നേരിട്ടിട്ട്. ആ, ഓക്കെ. തല്ലാനാണ്, വെറുതിനല്ല. ആ മാർക്കറ്റ് പറഞ്ഞില്ല. ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. എത്തിയിട്ട് ഒരു 4-5 ദിവസമായി. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോ എന്തായാലും ഒന്ന് ഇറങ്ങണേ. വരാം. ഓക്കെ. പിന്നെ ഇതിലാരാ നമ്മളുടെ? മഹാമാരൊക്കെ ഉണ്ട്. ഈസാൽ ബ്രോ ഉണ്ട്, ആദിലുണ്ട്. ഹാരിസ്ക ഉണ്ട്. ഹാരിസ്കൊക്കെ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആളുകളാണ്. ഹാരിസ്ക, അനീഷ് ബ്രോ ഉണ്ട്, നബീൽ. അൻസാറൊക്കെ ഉണ്ട്, എല്ലാരും ഉണ്ട്. ജിമ്മനും ഉണ്ട്, അർഷദും ഉണ്ട്. ഇപ്പോ എല്ലാരും ഒരുവിധം ആളുകളുണ്ട്. ഓക്കെ, ഇപ്പോ ഇതില് കുറെ പേര് ട്രേഡ് ചെയ്യുന്നവരും ചെയ്യാത്തവരും ചെയ്തിട്ട് നിർത്തിയവരൊക്കെ ഉണ്ട്. അപ്പോ സാർ അവരുടെ എക്സ്പീരിയൻസ് തന്നെ ചോദിക്കല്ലേ, എന്താണ്, എവിടെയാണ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, എന്താണ് അവസ്ഥ എന്നുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും മറ്റേ ട്രേഡിങ്ങിൽ ഈ സൈക്കോളജി പരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് എന്താണ്? അല്ല, ട്രേഡിങ്ങിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജി പോലൊരു സംഭവമാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് ട്രേഡിംഗ് സക്സസ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്നാൽ ആർക്ക് എന്തെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഇതുമായി വല്ല ഫീലിങ്സോ പ്രശ്നങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് അതൊന്ന് ഫസ്റ്റ് ചർച്ച ചെയ്യായിരുന്നു. അവരൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആർക്കാണെന്ന് പറയാനില്ല.
സുനിലേട്ടാ സുനിലേട്ടൻ പുറത്താന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. സുനിലേട്ടൻ സാറേ പുറത്താ? ഞാനേ ആ സൈറ്റില്ല പമ്പ് ആ റൂമിലാ. കുഴപ്പമില്ല. നോ വറീസ്. പറയൂ, വേറെ ആരാ ഇതിലിപ്പോ? ഞാൻ പറഞ്ഞാലോ? പറയൂ. അഷ്റഫ് ബ്രോ യെസ് പറയൂ. യെസ്. അതല്ല പറഞ്ഞേ. അല്ല, ഞാൻ ബാക്ക് ഓഫീസിൽ ഇരിക്കുകയാണ്, അതാണ് സംഭവം. അഷ്റഫ് ഒരാൾ ബ്രോ പറയൂ, അവരുടെ എക്സ്പീരിയൻസ് പറയും, എങ്കിലും നമുക്ക് അതിൽ പഠിക്കാൻ പറ്റുമല്ലോ. ഇതിപ്പോ ഇല്ല, ഞാനായിക്കോട്ടെ, ഞാന് ബിസിനസ് ആരായിക്കോട്ടെ, ആരും പഠിച്ചു തീർന്ന ആൾക്കാരില്ല. അപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ചിലപ്പോൾ നമുക്കും അതിൽ പഠിക്കാനുണ്ടാവും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ആയുധം വെച്ചുള്ള കളിയാണല്ലോ. ഇപ്പോൾ ഉറപ്പായിട്ടും. കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വരയ്ക്കും ചെയ്യും. ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കറക്റ്റായിട്ട് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അത് കഴിയുമ്പം ലൈക്ക് ഒരു $500 ഇല്ല ഒരു $1000 കണ്ടു കഴിയുമ്പം ഞാനെന്തോ ആയി, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്നൊരു ഞാൻ ഒരു മാസം ഞാനൊരു $5000 ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു 2 ദിവസമേ ഉള്ളൂ. 3-ാം ദിവസം ആകുമ്പോൾ ആ 2-3 ദിവസത്തെ ക്യാപിറ്റൽ അങ്ങോട്ട് അടിച്ചു കളയും, അല്ല ഉണ്ടാക്കിയ പ്രോഫിറ്റ്. അത് കഴിഞ്ഞിട്ട് അത് പിടിക്കാൻ വേണ്ടി ഒരു 2 ലോട്ട് അങ്ങോട്ട് കൂട്ടിയെടുക്കും. അപ്പോഴേക്കും എന്താണ് പറയുന്നത്, ക്യാപിറ്റലും കൂടെ അടിച്ചു പോകും. അതാണ് ഇനീഷ്യൽ എക്സ്പീരിയൻസ്. പിന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്വഭാവം, അത് 2 ബോസുമാർക്കും അറിയാം. അപ്പോൾ ഹോൾഡ് ചെയ്യാം, അതായത് ഇപ്പോൾ ഒരു 100, 200, 300, $400 വരെ ഉണ്ടായാലും വിചാരിക്കാം സാരമില്ല, തിരിച്ചു വരും, പിടിക്കാം എന്നുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള നിൽക്കണം. പക്ഷെ അത് 3000 ആവും 4000 ആവും എന്ന് ഓർക്കുന്നില്ലല്ലോ. ആയി കഴിയുമ്പോൾ പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ടെൻഷനാവും. അപ്പൊ എന്ത് ചെയ്യും, ഒന്നില്ല കട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് പോലും അടിക്കൂല, അപ്പൊ തന്നെ കട്ട് ചെയ്യും. ഇനിയും പോയാലോ എന്ന് പറഞ്ഞാൽ അപ്പൊ അതേ തിരിച്ചങ്ങോട്ട് മേലോട്ട് കയറും. അപ്പം പേഴ്സണലി അതിപ്പം എന്നാ പറയുന്നത്, ഒരു ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. ചിലപ്പോൾ ജോലി ഉള്ളത് കൊണ്ട് പിന്നെ ക്യാപിറ്റൽ ആഡ് ചെയ്യാം, മാസാവസാനം ആവട്ടെ, അങ്ങനെയുള്ളൊരു ഡിസിഷൻസ് എടുക്കാറുണ്ട്. അപ്പം അത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഡെയിലി ഇപ്പം ഞാൻ ഇപ്പം പേഴ്സണലി പറഞ്ഞാൽ ഞാൻ ബൈ മാത്രം എടുക്കുന്ന ആളാണ്. ഓക്കെ, അതായത് സെല്ലെടുക്കാൻ പേടിച്ചിട്ടാണ് എടുക്കാത്തത്. എങ്ങാനും തിരിച്ച് പോകത്തില്ലേ, അല്ലെങ്കിൽ താഴത്തില്ലേ എന്നൊക്കെ ഉള്ള ഓർത്തിട്ട്. അതുകൊണ്ട് ബൈ ഹോൾഡ് ചെയ്യും. ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലപോലെ ഹോൾഡ് ചെയ്യും. അതുമല്ല ഒരു ട്രേഡ് എന്നല്ല, 2 എന്നല്ല, 3 എന്നല്ല, ചിലപ്പോൾ 30 ട്രേഡ് 40 ട്രേഡൊക്കെ ചിലപ്പോൾ ബൈ അടിക്കും. അപ്പം അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു പേഴ്സണലി ഒരു ഒപ്പീനിയൻ ചോദിച്ചാൽ, ഞാനത് പേഴ്സണലി ചോദിച്ചാണ്. പിന്നെ അത് നമുക്ക് ഞാൻ ഇതുവരെ അക്കാഡമി വന്നിട്ടില്ല, നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്തിട്ടില്ല. അപ്പം റിമോട്ടായിട്ട് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കാനും ചെയ്യലും ഒക്കെ. അപ്പം അതിന് എന്താണ്, പലരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചിലപ്പം എല്ലാവർക്കും അത് ഉപകരിക്കുമായിരിക്കും. ഇപ്പം മെൻറ്റേഴ്സിനാണെങ്കിലും അതിനൊരു എന്താണ് പറയുന്നത്, ഒരു ഫീഡ്ബാക്ക് തരാം, അല്ലെങ്കിൽ ഒരു ഉറപ്പായിട്ടും. പോസിറ്റീവായിട്ടുള്ള ഒരു അതിനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. ഉറപ്പായിട്ടും. വളരെ പിന്നെ വളരെ അതായത് ഓക്കെ, പറയൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ, പിന്നെ പെട്ടെന്ന് ഓർക്കും എന്നാൽ കുറച്ച് ബ്രേക്ക് എടുക്കാം, തൽക്കാലം മൈൻഡ് ഒന്ന് ക്ലിയർ ആവട്ടെ, അതും ഉണ്ട്. അപ്പം ഇതിനെല്ലാം കൂടെ നോക്കിയിട്ട് പലർക്കും പല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം മറ്റുള്ളവർക്കുള്ള രീതിയിലാണ് അത് ഷെയർ ചെയ്യാം. പിന്നെ മെൻറ്റേഴ്സ് ഇതനുസരിച്ചൊരു ഗൈഡൻസ് തന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, വളരെ എന്താ പറയാ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് നമ്മള് ആശാൻ ചോദിച്ചത്. അതല്ലേ നമ്മൾ ഈ മേഖലയിൽ ഹർഷത് ചോദിച്ച ചോദ്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഇത് എന്താ പറയാ, ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് ഈ സംഭവത്തിൽ. അത് ഇതിൽ അങ്ങനല്ല, കുറ്റം പറഞ്ഞല്ല, ലോസസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമ്മൾ ചെറിയൊരു ലോസ് വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കില്ല. നമുക്കൊരു ഓവർ കോൺഫിഡൻസ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യും. ആ സാധനം നമുക്ക് വീണ്ടും തിരിച്ചു വരും, ആ ലോസ് വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ പിടിക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതേ സെയിം സിനാരിയോ നമുക്ക് എന്തിലുണ്ടാവില്ല, പ്രോഫിറ്റിൽ ഉണ്ടാവില്ല. റൈറ്റ്? നമ്മളെപ്പോഴെങ്കിലും പ്രോഫിറ്റ് കുറെ കാലം ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരാൾ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. എനിവൺ? നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് 10-60 മുകളിൽ ആൾക്കാരുണ്ട്. ആർക്കും അങ്ങ് കാണിച്ചു തരാൻ പറ്റുമോ പ്രോഫിറ്റ് ഇത്രയും കാലം ഹോൾഡ് ചെയ്യുന്നുള്ളു? നോ. നോ വൺ.
എന്നാ ഈ ഇതിലുള്ള എല്ലാവർക്കും വേറൊന്ന് കാണിച്ചു തരാൻ പറ്റില്ലേ? ഈ ലോസ് ഹോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. 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 അയ്യവാ. അല്ല സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? തീർച്ചയായും. പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇപ്പൊ കുഴപ്പമില്ല, വലിയ സാറ് ഇപ്പൊ സ്വിംഗ് ട്രേഡ് അത്ര അല്ല, പ്രശ്നമൊന്നുമില്ല. ഇൻട്രാഡേയിലൊക്കെ മൊബൈൽ സ്വിംഗ് ഷാപ്പിന്റെ വീട്ടിൽ ട്രേഡില് പോയപ്പോ മൊബൈൽ അങ്ങനെയാണല്ലോ. ഷാപ്പിന്റെ വീട്ടിൽ അങ്ങനെ വെച്ചത് അത് പൊട്ടിച്ചോക്കിയോ. ആരോ ഒരാൾ പറയുകയാണെങ്കിൽ സെറ്റായിരുന്നു. എനിക്കിപ്പോ രണ്ടും കേട്ടിട്ടില്ല പറഞ്ഞത്. ഓക്കെ, ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം തിരിച്ച് ഞാൻ ചോദിക്കട്ടെ. നമ്മൾ സ്കാൽപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ലോസ് ഹോൾഡ് ചെയ്യുന്നത്? സ്കാൽപ്പിന്റെ മെയിൻ റൂൾ എന്താ പറയുന്നുണ്ടോ? കട്ട് ദ ലോസ് അറ്റ് ദ ഏർലിയസ്റ്റ് എന്നാണ്. അതായത് സ്കാൽപ്പിൽ ഒരിക്കലും നമ്മൾ ലോസ് എന്ത് ചെയ്യില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അതിൽ എന്ത് ചെയ്യണം, നമ്മളൊരു ആവറേജ്, നമ്മളൊരു വേറെ ഇപ്പൊ ഒരു ബൈ എടുത്തുകൊണ്ട് എഗെയിൻ പോയി നമ്മളൊരു ബൈ എടുക്കണം. എന്ത് ചെയ്യും? നമ്മളത് ആരാണ് ഒച്ച ഉണ്ടാക്കുന്നത്? പറഞ്ഞോളൂ, ഞാൻ മ്യൂട്ട് ആക്കിയത്. ഹലോ അബോബായ് മ്യൂട്ടായി. ഹലോ, സോറി. സെറ്റായോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. നമ്മളിപ്പോ അർഷദ് ആദ്യം ചോദിച്ച ചോദ്യം, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കുറെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇതില് നമ്മളെ കോൺഫിഡൻസിന്റെ പ്രശ്നമാണിത്. ഓവർ കോൺഫിഡൻസ് ആണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഈ സൈക്കോളജി, ഇതിലാണ് ഏറ്റവും വലിയ. ഈ സൈക്കോളജി എന്ന സംഭവം നമുക്ക് കുറെ സ്ട്രാറ്റജികൾ ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് റിസ്ക് മാനേജ്മെന്റ് ഇത് അറിയാം. പക്ഷെ നമ്മൾ ഈ സൈക്കോളജി ഇത് റെഡി അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതൊക്കെ തകിടം മറിയും. സൈക്കോളജി എന്ന് പറഞ്ഞ പാർട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം ഇരുന്നില്ല. നിങ്ങള് സ്റ്റോപ്പ് ലോസ് ഒരു സൈക്കോളജിയാണ്, ടേക്ക് പ്രോഫിറ്റ് ഒരു സൈക്കോളജിയാണ്. അതിലെന്ത് ചെയ്യാം, നമുക്കൊരു സെൽ സ്റ്റോപ്പ്, നമുക്കൊരു മാർക്കറ്റ് റിവേഴ്സിൽ പോകല്ലേ, ഫോർവേഡ് പോകല്ലേ, ഒരു ബുള്ളിഷ് വരുമോ ബിയറിഷ് വരുമോ, അത് ചിന്തിക്കുന്നത് പോലെ സൈക്കോളജിയാണ്. നമ്മൾ തല പ്രവർത്തിച്ചിട്ടുള്ള ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഇപ്പം ഹർഷ ചോദിച്ച പോലെ ഇതിന് ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് എന്താ അറിയാൻ പറ്റുക, ഈ ഓവർ ട്രേഡ് ബാക്കിയുള്ള കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉത്തരം എന്താ പറയുക, ഇൻഡിവിജ്വലി ട്രേഡ് ചെയ്യാതിരിക്കുക. ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ്, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് അല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി പോലും ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ അർച്ചന് ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. ചിലപ്പോൾ അർച്ചത് ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കുന്നതും ആ സ്ഥലത്ത് ജിഷ്ണു സാറ് നിങ്ങളെ ടീമായിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ എവിടെയാണ് ഇയാൾക്ക് ഓവർ കോൺഫിഡൻസ് കിട്ടുന്നത്? അയ്യവ. പക്ഷെ ഇതേ ട്രേഡ് അർഷദ് ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ അർഷദ് പ്രോഫിറ്റ് എങ്ങനെ വെയിറ്റ് ചെയ്യും, ലോസ് എങ്ങനെ വെയിറ്റ് ചെയ്യും? പ്രോഫിറ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യും കുറച്ചപ്പുറം തന്നെ എത്തുമ്പോൾ. കാരണം അവിടെ നമുക്കൊരു ഫിയർ വരുന്നുണ്ട്, മാർക്കറ്റ് റിവേഴ്സിൽ വന്നാലോ എന്നുള്ളത്, അല്ലേ? ആ ഫിയർ ആണ് പ്രശ്നം. ആ ഫിയർ മാറ്റാന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ത്, നമ്മളെ സൈക്കോളജി. ഫിയർ അതാണ് ഏറ്റവും വലിയൊരു ഇതിലെ പ്രശ്നങ്ങൾ. പിന്നെ പറഞ്ഞാൽ ഇതിൽ വേറെ സംബന്ധിച്ച് ചോദിച്ചാൽ ഒന്ന് ഓവർ കോൺഫിഡൻസ്. നമ്മൾ ലോസ് വരുമ്പോൾ നമ്മൾ അതിനെ വെയിറ്റ് ചെയ്യും, വീണ്ടും ഹോൾഡ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു 100, നമ്മൾ ആദ്യം നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കി, നമ്മൾ സൈക്കോളജി മെല്ലെ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇന്ന സ്ഥലത്ത് SL പ്ലേസ് ചെയ്തു, ഇന്ന സ്ഥലത്ത് TP പ്ലേസ് ചെയ്തു. ലോസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, SL അഗൈൻ ചേഞ്ച്, നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും SL ചെറുതായിട്ട് ഇനി മാറ്റും. ആ സമയത്ത് വീണ്ടും നമ്മൾ മാറ്റും. അങ്ങനെ മാറ്റി നമ്മൾ ലോസ് ഭയങ്കര ഹ്യൂജ് ആയിട്ട് മാറിക്കൊണ്ടേക്കും. അവിടെ നമുക്ക് എന്തില്ല, അത് നമ്മളൊരു ഓവർ കോൺഫിഡൻസ് ആണ്. ആ ലോസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, അല്ല നമ്മൾ SL നമ്മൾ മൂവ് ചെയ്യുന്നത്, അല്ല നമ്മൾ SL നമ്മൾ വെക്കാത്തത്. നമ്മളെ ക്യാപിറ്റലിൽ ഇതുപോലെ നമ്മൾ റിസ്കുകൾ നോക്കാതെ നമ്മളൊരു SL വെക്കാത്തത് നമ്മളവിടെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിക്കൊണ്ടാണ്. കാരണം ഞാൻ ചിന്തിക്കുകയാണ്, ഇതെന്തായാലും എന്റെ തിരിച്ച് വന്ന് എനിക്ക് TP അടിക്കും, അതെന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. അവിടെ എന്ത് ചെയ്യും, നമ്മളെ മൊത്തമായിട്ടുള്ള ഇനീഷ്യലി വെച്ച് നമ്മളെ ക്യാപിറ്റലും എല്ലാം നമുക്ക് ലൂസ് ആവും. ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യും, TP വെക്കും. TP നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു $10 TP വെച്ച് നോക്കാം. മാർക്കറ്റ് ഒരിക്കലും $10 ഇതേ അങ്ങനെ തന്നെ കുത്തി നമ്മളിപ്പോൾ ഇന്നലെ ഇറാനും ഇസ്രായേലും വിടുമ്പോൾ മിസൈൽ വിടുമ്പോൾ അങ്ങനെ തന്നെ പോവില്ല. അതെന്ത് ചെയ്യും, ഒന്ന് ചെരിഞ്ഞ് കുറച്ച് ഇറങ്ങി ഇറങ്ങി. കാരണം ഇതൊന്നിക്ക് റേഞ്ച് അവിടെ നിന്ന് കളിക്കും. അതല്ലെങ്കിൽ എന്താ, ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ അപ് ട്രെൻഡ് ഒരിക്കലും നിങ്ങൾക്ക് നേരെ പോകാൻ പറ്റുന്നതാണല്ലോ. അതെന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് താഴോട്ടും മുകളിലോട്ടും വന്നിട്ട് എന്ത് ചെയ്യും, അപ് ട്രെൻഡിലേക്ക് പോകത്തുള്ളൂ. നമ്മളൊരു $10 TP വെച്ച് നോക്കുക, നമ്മളൊരു $5 എത്തി നോക്കുക, മാർക്കറ്റ് ചെറുതായിട്ട് റിവേഴ്സൽ ആയി തുടങ്ങി. ചെറുതായിട്ട് റിവേഴ്സൽ അവിടെ നിന്ന് റേഞ്ച് കളിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് അവിടെ ഒരു ഫിയർ വരാൻ തുടങ്ങി. അതായത് സൈക്കോളജിന്റെ വേറെ പാർട്ടാണ് ഫിയർ. അതായത് പ്രോഫിറ്റിൽ മാത്രമേ നമുക്ക് ഫിയർ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യില്ല, ലോസിൽ നമുക്ക് ഒരിക്കലും ഈ ഫിയർ വരുന്നില്ല. നമ്മൾ അവിടെ എന്ത് ചെയ്യും, ലോസിൽ ഓവർ കോൺഫിഡൻസും പ്രോഫിറ്റിൽ ഫിയറും വരുന്നു. നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് കട്ട് ചെയ്യും, അല്ലേ? ഇത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും മാർക്കറ്റ് ചിലപ്പോൾ മുകളിൽ നമ്മൾ TP വരെത്തും. അപ്പം നമ്മൾ റിഗ്രഷൻ വരും നമുക്ക് അവിടെ. ആ റിഗ്രറ്റ് എന്ത് ചെയ്യും,
നമ്മൾ അഗ്രഷനിലേക്ക് മാറ്റും. നമ്മൾ ഭയങ്കര അഗ്രസീവായിട്ട് നമ്മൾ മാറി തുടങ്ങും. അടുത്ത ട്രേഡ് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അത് പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ മാർക്കറ്റ് ഒന്നും ഇനിയും പോകുന്നുള്ളത് ചെയ്യും. ഇപ്പൊ നമ്മളെ മൈൻഡ് എന്തിലുള്ള ആ നേരത്തെ പോയ TP, ആ നേരത്തെ മിസ്സായ നമ്മുടെ എമൗണ്ട്, അതിലാണ് എന്ത് ചെയ്യുക നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. അത് തിരിച്ചുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മൾ, ആരാണിത് ഫ്ലോ കളഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്യും നമ്മളെ ഇത് പോവും. അവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അഗ്രസീവ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ അതിലെന്ത് പറ്റും, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ കോൺഫിഡൻസ് എന്ത് ചെയ്യും, നമ്മൾ ട്രേഡിൽ നമ്മൾ കാണിക്കട്ടെ മാർക്കറ്റ് ഇനി ഇതുവരെ പോകും, ഞാൻ ചിന്തിച്ച വരെ പോകും, അത് വീണ്ടും താഴോട്ട് വരും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ അർഷദം പറഞ്ഞതിൽ ഒറ്റ വഴിയേ ഉള്ളൂ, യൂസ് പ്രോപ്പർ SL ആൻഡ് TP. ഇയാള് പറഞ്ഞു ഞാൻ ബൈ മാത്രം എടുക്കാറുള്ളൂ എന്ന്, TP എടുക്കാൻ മറ്റെന്താ അറിയാ സെൽ എടുക്കാറില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സെൽ എടുത്തൂടാ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മാർക്കറ്റ് $200 അല്ലോ $300 ഒറ്റ സ്ട്രെച്ചിൽ ബൈ പോകുന്നത്? ഒരിക്കലും പോവില്ല. ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് 400 സംതിങ് പോയി, തിരിച്ചു വീണ്ടും 50-ന്റെ താഴേക്ക് വന്നു, വീണ്ടും ആണ് എന്ത് ചെയ്യുന്നത്, അത് തിരിച്ചു കയറുന്നത്. ഒറ്റ സെക്കൻഡ് അതിന് ഞാനൊരു കാര്യം മനസ്സിലാക്കി പറയാം. ഇതിന് ഈ സെല്ലിന് ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ട് സാർ, ശരിയല്ലേ? എന്റെ ഒരു എങ്ങനെ അനുഭവം കൊണ്ട് സെല്ല് എന്ന് പറയുമ്പോഴേ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ട്. അത് റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് പല റീസൺ? ആൾക്കാരും. സെല്ല് ഇപ്പൊ എന്തുകൊണ്ട് നെഗറ്റീവ് ട്രെൻഡ്, നമ്മൾ നെഗറ്റീവ് ട്രെൻഡ് എന്തുകൊണ്ട് റിസ്ക് വരുന്നു വെച്ചാല്, അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടില് എപ്പോഴെങ്കിലും നമ്മൾ ഗോൾഡിന്റെ റേറ്റ് കൂടിയിട്ട് നമ്മൾ ഗോൾഡിന്റെ റേറ്റ് ഒരു പരിധി വരെ കുറയുന്ന കണ്ടിട്ടുണ്ടോ നമ്മള്? ഇല്ല. എന്നും ഗോൾഡ് റേറ്റ് മുകളിലേക്ക് പോയിട്ടേ ഉള്ളൂ. അപ്പൊ റീസൺ സെല്ല് എന്തുകൊണ്ട് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന റീസൺ എന്ന് വെച്ചാൽ, നമ്മളിപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞു സ്കാൽപ്പാണ് ചെയ്യുന്നത് ഒട്ടുമിക്ക ആൾക്കാരും. സ്കാൽപ്പ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ശരിക്കും പറഞ്ഞാൽ സെല്ലും ബൈ ഒരുപോലെ പോസിബിലിറ്റി ഉള്ള സംഭവമാണ്. കാരണം വെച്ചാൽ നമ്മൾ ലോങ് ടേം ചെയ്യുന്നതിന്റെ മാത്രമേ എന്തുള്ളൂ സെല്ലിൽ നമുക്ക് പണി കിട്ടത്തുള്ളൂ. കാരണം ലോങ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡ് എന്നും ഒരു ലിമിറ്റഡ് റിസോഴ്സ് ആണ് ഗോൾഡ് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ഇതിന്റെ എത്രത്തോളം ഡിമാൻഡ് വർദ്ധിക്കുന്നു അത്രത്തോളം എന്ത് ചെയ്യും, ഇതിന്റെ പ്രൈസും ഹൈക്ക് ചെയ്തുകൊണ്ടേ നിൽക്കും. അതാണ് നമ്മളിപ്പോ കാണുന്നത്. ഇപ്പം ഒന്ന് മെയിൻലി പറഞ്ഞാൽ ഗോൾഡ് എന്ന സേഫ് ഹാവൻ അസറ്റ് ആയിക്കൊണ്ട്, വേൾഡിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് ആയിക്കൊണ്ട്, ഈ ലോകത്ത് എന്ത് പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യുക, ഗോൾഡിന്റെ പ്രൈസ് മൂവ് ചെയ്യുക മുകളിലേക്ക്. ഇപ്പൊ ഇതൊരു പരിധിക്കപ്പുറം പോയത് എല്ലാ ബാങ്കുകളും എല്ലാ കമ്പനികളും ഇത് വാങ്ങി വെക്കുന്നുണ്ടെങ്കിലും പിന്നെ ഒരു പരിധിക്കപ്പുറം താഴേക്ക് അത് വരില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. ആകെ നിങ്ങളൊരു എന്താ പറയാ ഒരു 5-10 വർഷത്തെ ഒരു എക്കോണമി മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ ഗോൾഡ് എനിക്ക് തോന്നുന്നു ഒരു $400 ഉള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് താഴോട്ടേക്ക് വന്നത്. $400-450 ആയിട്ട് ഒന്ന് താഴോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ പോയ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മാസം വെച്ച് നോക്കണം പോലും അത്രമാത്രം മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും വലിയൊരു സേഫ് ആവാൻ അസറ്റിൽ നമ്മൾ സെല്ല് എന്ന് പറയുന്ന റിസ്ക് തന്നെയാണ്. പക്ഷെ എന്താ, സ്കാൽപ്പേഴ്സിന് ഈ രണ്ടും ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ ഇന്ന് 400, ഇപ്പൊ കുറച്ച് ദിവസം 400 സംതിങ് പോയിട്ട് തിരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, 3000 ഇതിൽ കയറിയിട്ടാണ് എന്ത് ചെയ്യുക, വീണ്ടും ഇപ്പൊ $50 താഴോട്ടേ വന്നിട്ടുള്ളത്. 3400 അടുപ്പിച്ച് കയറിയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുക, ഏകദേശം 330 ആ റേഞ്ചിലേക്ക് തിരിച്ചു വന്നത്. അപ്പൊ സെല്ലേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അത് സ്കാൽപ്പേഴ്സിന് മാത്രമാണ്. പക്ഷെ സ്വിങ് അല്ലെങ്കിൽ ലോങ് ടേം ചെയ്യുന്നവർ മാക്സിമം എന്ത് ചെയ്യുക, ബൈല് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ എല്ലാ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. താഴോട്ട് വരുന്നത് മുകളിൽ പോകുന്നത് നല്ലൊരു ട്രേഡർക്ക് ഓപ്പർച്യൂണിറ്റി ആണ്. മുകളിൽ എത്രത്തോളം ഗോൾഡ് മുകളിൽ പോകുന്നു അതും ഓപ്പർച്യൂണിറ്റി ആണ്, എത്രത്തോളം താഴോട്ട് അതും. ഒരു യഥാർത്ഥ ട്രേഡർ എന്ന സംഭവത്തിന് മാർക്കറ്റ് നല്ല വോൾട്ടൈലാണ് ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത്. കാരണം അത്രയും വോൾട്ടൈൽ ഉണ്ടാകുന്ന ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് നല്ലപോലെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. എന്നല്ല ഇന്നത്തെ എക്സാമ്പിൾ എടുക്കുക, ഇന്നലെ മാർക്കറ്റ് എന്താ ബാങ്ക് ഹോളിഡേ ആയിരുന്നു, മാർക്കറ്റ് അനങ്ങത്തില്ല, ട്രേഡ് പോലും കിട്ടത്തില്ല. കാരണം ആ ഒരു $10 ക്യാബ് തന്നെ ഇത് ഇങ്ങനെ അനങ്ങാതെ കാരണം അവിടെ ബൈ ചെയ്യണോ സെല് ചെയ്യണോ ഒരു കൺഫർമേഷൻ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ അർഷാദിന്റെ പ്രശ്നം പോലെ നമ്മൾ ഈ ബൈയും സെല്ലിന്റെയും എന്തുകൊണ്ട് സെല്ല് എടുത്തില്ല എന്ന് ചോദിച്ചാലും അതും തെറ്റാണ്. അതുപോലെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഒരു SL അല്ലെങ്കിൽ ഒരു TP നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഒരു SL യൂസ് ചെയ്യുന്ന വെക്കാം. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് SL? ഒരു SL ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാല് ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം അതാണ്. SL ഇല്ലാത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബ്രേക്ക് ഇല്ലാത്ത കാർ പോലെയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്നുകിൽ പറ്റി അത് എവിടെയെങ്കിലും പോയി ഇടിക്കും, ആള് മരിക്കും, അതായത് നമ്മൾ അക്കൗണ്ട് വാഷ് ഔട്ട് ആകാൻ പോലെ, അല്ലെങ്കിൽ ആൾക്കും വണ്ടിക്ക് നല്ല പരിക്ക് വരും, അക്കൗണ്ട് ഹെഡ്ജ് ആവാന്ന് പറയും. ഈ 2 രീതിയേ ഇതിനുള്ളൂ. അപ്പോൾ ഈ SL നിർബന്ധമാണ്. TPനേക്കാൾ പ്രാധാന്യം ഇതിനാണ്, SL ആണ്. കാരണം വെച്ചാൽ നമ്മളൊരു SL വെച്ചു, നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റിൽ നമുക്ക് SL മൂവ് ചെയ്ത് ട്രെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കോസ്റ്റിൽ വെക്കാം. പിന്നെ നമ്മൾ മൈൻഡ് ഫ്രീ ആയി. ഒന്നെങ്കിൽ നമുക്ക് കോസ്റ്റിൽ ഒന്നുമില്ല, ചെറിയൊരു പ്രോഫിറ്റ്, അല്ലെന്ത് ചെയ്യാം, നമുക്ക് എത്ര വേണം വിടാം മുകളിലേക്ക്, അല്ല താഴേക്ക് എത്ര വേണം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ SL നമുക്ക് മൂവ് ചെയ്യാം. ഇങ്ങനെ ചില ടാക്ടിക്സ് ഉപയോഗിച്ചാൽ നമ്മൾ ഈ ഫിയറും ഈ ഓവർ കോൺഫിഡൻസും തീരും.
ഇപ്പൊ ഈ ഓവർ കോൺഫിഡൻസ്, ലോസിലുള്ള ഓവർ കോൺഫിഡൻസ് നിർത്തിയാൽ തന്നെ നമ്മൾ ഈ അർഷദ് പറഞ്ഞ ഈ പ്രശ്നം, ഇതിലുള്ള ബാക്കി എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഈ പ്രശ്നത്തിന് ഉത്തരവാണത്. പിന്നെ അതുപോലെ എന്ത് ചെയ്യാം, നമ്മൾ ഒറ്റയ്ക്ക് ട്രേഡിംഗ് നടന്ന ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് അല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ബിസിനസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വൽ എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ മാറി, നമ്മൾ കൂടെയുള്ള നിങ്ങൾ കൂട്ടുകാരുണ്ട്, നിങ്ങളെ ബാച്ചിലുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടീമായിരുന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. നിങ്ങളെ മെന്റേഴ്സ്, ഇപ്പൊ നിങ്ങളെ മാർക്കറ്റ് ഡിസ്കഷൻസ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പ്, ഓരോ മെന്റേഴ്സിനും ഓരോ മാർക്കറ്റ് ഡിസ്കഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഒരാൾ ട്രേഡ് എടുക്കാൻ പോകുന്നു, അപ്പം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ചോദിക്കാം, ഞാനിങ്ങനെ ഒരു ട്രേഡ് എടുക്കട്ടെ, ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ഏരിയ വരച്ചിട്ടുണ്ട്, ഇതിന്റെ കൺഫർമേഷൻ ചോദിക്കാം. അപ്പം എന്ത് ചെയ്യും, അവിടെയുള്ള ബാക്കിയുള്ള മെന്റേഴ്സ് പറയും. മെന്റേഴ്സ് പറയുമ്പോൾ എന്ത് ചെയ്യും, ബാക്കി നിങ്ങളെ കൂടെയുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ അതുമായി ഡിസ്കഷൻ ചെയ്യുക. നമുക്കൊരിക്കലും ഒറ്റക്ക് പെർസ്യൂട്ട് ജയിക്കുക എന്നുള്ള ഒരു മേഖലയല്ല ട്രേഡിങ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞ മേഖലയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ മിനിമം ഒരു ടീമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ദാറ്റ്സ് കോൾഡ് കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പം ഇങ്ങനെ ലൈവ് പോലും ചെയ്യുന്നത്, കാരണം നമ്മൾ എല്ലാവരും കൂടി ഇത് ഒരുമിച്ച് ചെയ്യാന്നുള്ളത്. അപ്പം എന്ത് ചെയ്യുക, അവരവരെ മെന്റേഴ്സിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആ ഗ്രൂപ്പിൽ ആരെങ്കിലും ഇല്ല എന്ത് ചെയ്യുക, അവരോട് ചോദിക്കാം. അതിൽ കയറിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് അതിലേക്ക് പ്ലേസ് ചെയ്യുക. നിങ്ങൾ ട്രേഡ് എടുക്കാൻ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്തോ. തെറ്റാണ് മെന്റേഴ്സ് പറയില്ല, എടുക്കേണ്ട അറിയും, അത്രയും നിങ്ങൾക്ക് ലാഭമല്ലേ, നഷ്ടം വരുന്നില്ലല്ലോ അവിടെ. പിന്നെ അല്ല, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ഇന്ന് ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാം, ഇറ്റ് വിൽ ബി പ്രോഫിറ്റബിൾ. നമ്മൾ നഷ്ടപ്പെടുത്തുന്നതിന് പകരം എന്ത് ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. പിന്നെ ഇതൊരു ടീമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു കാരണവശാലും നമുക്ക് 1-2 ദിവസം കൂടി ചെയ്യാൻ പറ്റില്ല, നമുക്കിതൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ രീതിയിലോട്ട് മാറാം. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ. അപ്പൊ പക്ഷെ അതുപോലെ എന്ത് ചെയ്യുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങൾ അവിടെ തീർന്നു കിട്ടും. ശരി, അങ്ങനെ ഈ പറഞ്ഞ ലോസ് കൂട്ടത്തിൽ ഞാനൊരു ഹോൾഡിംഗ് കാര്യം പറയണ. ഹലോ സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഞാനിപ്പോ ഏകദേശം ഒരു 2 ആഴ്ചയോളം ഡെപ്പോസിറ്റ്, ഞാൻ ഇപ്പൊ 2ാമത്തെ ട്രേഡ് എടുത്തിട്ടുള്ളൂ. അതിന്റെ ഒരു ഓക്കെ, സംശയം ചോദിക്കാണ് സാറിനായാലും പറഞ്ഞു. ഞാനിപ്പോ 67 ഒരു സെല്ല് വെച്ചിരിക്കുന്നത്. ഓക്കെ. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 62 വരെ എത്തുമോ, അത് എനിക്കറിയണ്ടു. ഉറപ്പായിട്ടും. കാരണം എങ്ങനെ? അവിടെ 67 ഞാൻ സെല്ല് വെച്ചിരിക്കുന്നത്. ഓക്കെ, 67, 33, ഓക്കെ, 67. അത് 62 TP വെച്ചിരിക്കുന്നത്. ഓക്കെ. ആ, എന്തിന്റെ പിന്നെ ബേസിലാണ് ഇപ്പൊ 67 ഒരു സെല്ല് എടുത്തിട്ടുള്ളതെന്ന് പറയാമോ? 67 ഇത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ. 74 ഗ്രാബ് ചെയ്തു ലിക്വിഡിറ്റി. ഓക്കെ. ആ ഒരൊറ്റ ബേസിലാണ് എടുത്തത്. അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ഇതുപോലെ എടുത്താണ്. നമ്മളല്ലേ ബിഗിനറാണ്, അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എടുത്ത് വെച്ചിരുന്നത്. ആരാണ് ഇപ്പൊ സംസാരിക്കാൻ എനിക്ക് മനസ്സിലായി. ജിഷ്ണു സാർ ഇതാരാണ്? എന്റെ ഒരു ഷെരീഫ്. ഞാനിപ്പോ ജിഷ്ണു സാറിന്റെ ക്ലാസ്സിലാണ്. നമ്മളെ ഓക്കെ. ഈവനിങ്ങിൽ ഉണ്ടാവില്ലേ 8 മണിയുടെ ബാച്ചിൽ ഓഫ്ലൈൻ ഓക്കെ, ഓക്കെ. അപ്പൊ ഷെരീഫ് കാ ഷെരീഫ് കാ ഓക്കെ, 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 ഓക്കെ. നമ്മൾ ഈവനിങ് 8. അപ്പൊ ഷെരീഫ് കാ ചെയ്യേണ്ടത് അറിയണ്ട. ഇതിന് ട്രേഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാ, ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി പറഞ്ഞുതരാം. ട്രേഡ് എടുക്കുമ്പോൾ നമ്മളെ ജിഷ്ണു സാറിന്റെ ഗ്രൂപ്പില്ലേ, ഷെരീഫ് കാ മാത്രല്ല, ഇപ്പൊ ഈ ലൈവ് കാണുന്ന എല്ലാവരും ട്രേഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാ, നിങ്ങൾ സ്വയം ട്രേഡ് എടുക്കുകയാണ്. ഒറ്റയ്ക്ക് ഈ കളിയിൽ മത്സരത്തിൽ കളിക്കാതിരിക്കുക. നമ്മൾ ടീമായിട്ട് നമുക്ക് കളിക്കാം. ഞങ്ങളും ഉണ്ടാവും, ജിഷ്ണു സാർ എല്ലാവരും ഉണ്ടാവും. ആ ഗ്രൂപ്പിലൊക്കെ ഞാനും ഉണ്ട്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാനും പറയാം, എടുക്കണ്ടെന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 2 ആഴ്ച ഇതുവരെ ഞാൻ 2ാമത്തെ ട്രേഡ് എടുത്തിട്ടുള്ളൂ. അതിന് SL ഫസ്റ്റ് വെച്ചിട്ടില്ല ട്രേഡ് ഇപ്പോഴത്തെ ട്രേഡിന്. ഇപ്പൊ SL വെച്ചിട്ടില്ല. അതെന്താ വെക്കാത്തത്? SL ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? അത് ഓക്കെയാണ്, ഞാനിപ്പോ ഇന്ന് വെച്ചില്ല. ജിഷ്ണു സാർ അതിന്റെ ഒരു SL എവിടെ നോക്കി ഒന്ന് പറഞ്ഞു കൊടുക്കുക. SL നിർബന്ധമായിട്ടും ഇന്ന് എന്നല്ല, നിങ്ങൾ എന്നൊക്കെ ട്രേഡ് ചെയ്യുന്നോ അവിടൊക്കെ SL വെക്കണം, നിർബന്ധമാണത്. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാ. ഇപ്പൊ ഇയാൾ ഒരു ട്രേഡ് ഇട്ടു, ഓക്കെ, ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു. ആ ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ ഇപ്പൊ എന്താ പറയാ, ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു. അതായത് ഇപ്പൊ ഇയാൾക്കൊരു 10,000 ക്യാപിറ്റൽ ഉണ്ട് നോക്കുക, ഒരു 10,000 ക്യാപിറ്റൽ ഉണ്ട്. ഇയാളൊരു 0.5 അല്ല ഒരു 0.2 അല്ല ഒരു 1 ലോട്ട് എന്ത് ചെയ്യുക, അതിൽ ട്രേഡ് ഇടുന്നു. ഓക്കെ, ഒരു $5 SL വെക്കുന്ന നോക്കാം. ആകെ പോത്ര $500 മിസ് വന്നാൽ, ലോസ് വന്നാൽ മാക്സിമം വരുന്ന ലോസ് $500 ആണ്. അവിടെ അത് SL അടിച്ചു, ആ ട്രേഡ് അവിടെ അവസാനിച്ചു. ഇനി ഈവൻ ഇതിന് പകരമായിട്ട് ഇയാൾ ഒരു കാര്യം SL വെക്കുന്നില്ല, മാർക്കറ്റ് 5ന് പകരം $10 മുകളിലോട്ട് പോയി. അപ്പം എന്ത് ചെയ്തു, അവിടെ 1000 ലോസ് ആയി. അയാൾ എന്ത് അവിടെ റിവെഞ്ചിന് മേടിക്കുന്നത്, അത് പിടിക്കാൻ വേണ്ടി അവിടുന്ന് വീണ്ടും ചിലപ്പോൾ ഇനിയൊരു സെല്ലും കൂടി കൊടുക്കും. മാർക്കറ്റ് അഗെയിൻ എന്ത് ചെയ്യും, $10 ഇനി മുകളിലോട്ട് പോയി നോക്കാം. 1000 എന്തായി, 2000 ആയി. ഇവിടെ വീണ്ടും 1000 കയറി, മൊത്തം 3000 ആയി. ഇയാളെ മെന്റൽ എന്ത് ചെയ്യും, മൊത്തം ഡിസ്റ്റർബ്ഡ് ആവും. കാരണം വെച്ചാൽ ഇയാളെ ക്യാപിറ്റലിൽ വലിയൊരു എമൗണ്ട് ഫ്ലോട്ടിങ്ങിലേക്ക് വന്നു. പിന്നെ നമ്മളവിടെ ചെയ്യുന്ന എല്ലാ ട്രേഡും എന്ത് ചെയ്യും, മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി എത്ര വല്ല ആക്യുറേറ്റുള്ള ട്രേഡർ എന്തായാലും നമ്മളൊരു പ്രോഫിറ്റ് ഒരു ലിമിറ്റിനപ്പുറം പോയ, അല്ല ഒരു നമ്മളെന്താ പറയുക, ഒരു ഫ്ലോട്ടിങ് അല്ല നമ്മളൊരു ക്യാഷ്, നമ്മളൊരു ക്യാപിറ്റൽ ഇക്വിറ്റി ഒരു ലിമിറ്റിനപ്പുറം കുറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ മെന്റലി സ്ട്രെസ് വരും.
അതുകൊണ്ടാണ് സൈക്കോളജി പാർട്ടിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് SL. യൂസ് പ്രോപ്പർ SL. ഡോണ്ട് ഡു എനി ട്രേഡ് വിത്തൗട്ട് SL. ഓൾവേസ് യൂസ് SL. SL ഇല്ലാത്തൊരു ട്രേഡും ആരും ചെയ്യാൻ പാടില്ല. അത് ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിട്ട് മാറും. സോ പുട്ട് ദ SL റൈറ്റ് നോ. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, SL വെക്കുക. എവിടെ വെച്ചാൽ നോക്കിയിട്ട് എവിടെയാണ് അതിന്റെ ലിക്വിഡിറ്റി, എവിടെയാണെന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ SL കൊടുക്കുക. 75 വെക്കും കേട്ടോ. 75. ഓക്കെ. എന്തുകൊണ്ടാണ് 75 വെക്കുന്ന അറിയോ ഷെരീഫ് ഖാ? മനസ്സിലായി. അതായത് ഇപ്പോ ഇത് ഗ്രാബ് ചെയ്തിരിക്കുന്നത് 74-ലാണ് അല്ലെ? ഓക്കെ, അതെ, 33.74-ലാണ് ഗ്രാബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു പോയിന്റ് ഒരു തൂടി മേലേക്ക് കയറ്റി കയറ്റി വെക്കുന്നത് വെക്കാം. അതല്ലേ? കാരണം അതിന് മാർക്കറ്റ് വന്നിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടുന്ന് വീണ്ടും ചിലപ്പോൾ അവിടം വരെ പോയിട്ട് ഇനി റിജക്ഷൻ വരാം. കാരണം അവിടെ നല്ലൊരു ഇത് വന്നാണ്. ഓൾറെഡി 2-3 പ്രാവശ്യം അവിടെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് രണ്ടാമത്തെ ആ പ്രാവശ്യം അവിടെ പോയിട്ട് 4.6 ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക, പിന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അടുത്ത വരാച്ച 77, 78 അല്ല 87-ലേക്കൊക്കെയാണ് പോയി നിൽക്കാനുള്ളത്. ഒരു 4 അവർ അല്ലെങ്കിൽ ഒരു 1 അവർ 50 മിനിറ്റ് എടുക്കുന്നത്. അത്യാവശ്യം പിന്നെ പോകേണ്ട മുകളിലേക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പം എന്ത് ചെയ്യുക, അതിന് സമ്മതിക്കാണ്ടിരിക്കുക. നമ്മളെ ക്യാഷ് നമ്മളാണ്, അത് വേറെ ആർക്കും കൊടുക്കാതിരിക്കുക. ഓക്കെ. തീർച്ചയായും. ഓക്കെ. അപ്പം ഇന്ന് മുതൽ SL ഇല്ലാതെ ഒരു ട്രേഡും ചെയ്യാതിരിക്കുക. ഈ മാർക്കറ്റിൽ ക്യാഷ് കളയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ക്യാഷ് ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടിയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാലങ്ങളോളം ഇതിൽ ക്യാഷ് ഉണ്ടാക്കാം. എത്ര കാലമാണ് ഇതിൽ ക്യാഷ് ഉണ്ടാക്കുക. പക്ഷെ എന്ത് ചെയ്യുക, നമ്മളൊരു സ്ട്രാറ്റജി കീപ്പ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യും, ബിഗ് മിസ്റ്റേക്ക്. അപ്പൊ എന്തായാലും നിർബന്ധമായിട്ടും SL വെച്ചോ ഷെരീഫ് ഖാ? ഓക്കെ വെച്ചിട്ടുണ്ട്. വെച്ചോ, ഗ്രേറ്റ്. അതെ. TP എവിടെയാണ് വെച്ചിട്ടുള്ളത്? TP ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ചോദിച്ചത് 62-ൽ എത്തുമെന്നുള്ളത്. 33.62. മാർക്കറ്റിനോട് അത് ചോദിക്കണം. 68 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ 60 വരെ വരും. 60 വരെ വരും. 60 അല്ലേ? അവിടെയാണ് ഇതിലുള്ളത്. നമ്മളിപ്പോ ഒരു 5 വെച്ചാൽ പോരെ? നോക്കണ്ടല്ലോ. അത് മതി. ഒരു $4 ആകുമ്പോ തന്നെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ $4 ആകുമ്പോ തന്നെ ബ്രേക്ക് ഇവനിലേക്ക് ആക്കുക കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് ക്ലാസ്സിൽ. ഓ. അപ്പം ഈ സൈക്കോളജി ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം തന്നെ നമ്മൾ ഇതിൽ ഒരു ഇതിന്റെ ഇല്ലതറിയാ, നമ്മളെ ടാക്ടിക്സ് നിർബന്ധമായിട്ട് നമ്മൾ കുറെ ടെക്നിക്സും കാര്യങ്ങളും മാത്രം പഠിച്ചപ്പോൾ ഇത് എങ്ങനെ മൂവ് ചെയ്യണം കൂടി നമ്മളിൽ പഠിക്കാം. നമ്മളിപ്പം എന്ത് ചെയ്യുക, 67 ട്രേഡ് അതിപ്പോ ഒരു 64 63 എത്തി നോക്കാം. അപ്പൊ നമുക്കൊരു ഫിയർ വരും. ഇപ്പൊ നേരത്തെ അർച്ച ചോദിച്ചൊരു ഉത്തരമാണ് ഇപ്പം തന്നെ പറഞ്ഞുതരാം. 63 എത്തുമ്പോൾ നമുക്ക് എന്തൊരു ഫിയർ വരും, മാർക്കറ്റ് തിരിച്ചുപോയി SL അടിക്കുമെന്നുള്ളത്. നല്ലൊരു ഉത്തരം. അതിന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം എന്ന് അറിയണ്ടോ, നമ്മൾ എവിടെയാണ് TP വെച്ചിട്ടുള്ളത്? 62-ല്. നമ്മൾ എവിടെ എത്തി മാർക്കറ്റ്? 64 63. നമ്മൾ അവിടെ കട്ട് ചെയ്യാൻ പോണ്. കട്ട് ചെയ്യണ്ടെന്നേ. അതിന് എന്താ SL ഇല്ലേ, നമ്മൾ 60 ബ്രേക്ക് ചെയ്യാനല്ലേ വെച്ച SL എന്ത് ചെയ്യുക, അത് 64-ലോ അല്ലെങ്കിൽ 63.5 64.5 63.5 അവിടെ ഉണ്ടെങ്കിൽ കൊണ്ടേക്കാം. എന്തായാലും നമ്മളവിടെ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു, പകരം കട്ട് ചെയ്യണ്ട, നമുക്ക് അവിടെ വെക്കാം. ഭാഗ്യം എന്ത് ചെയ്യും, ചിലപ്പോൾ മാർക്കറ്റ് നല്ലപോലെ ഇറങ്ങും, ഒരു 10, 20, $30 ഇറങ്ങും. അപ്പൊ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ആ SL മൂവ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ 10 എന്താ പറയുക റാൻഡം ട്രേഡ് ചെയ്യുന്നത് നല്ലതാണ്. എന്തൊക്കെയോ ട്രേഡ്, ഒരു നല്ല ട്രേഡ് ഒരു ദിവസം ചിനഫ്. ആ രീതിയിലോട്ട് മാറട്ടോ എല്ലാവരും. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കാര്യങ്ങള്? എനിബഡി? എല്ലാരും പ്രോ ലെവലാന്ന് തോന്നുന്നല്ലോ സാറേ. ആരും മിണ്ടുന്നില്ലേ? 56 പേര്. ആർക്കും ചോദിക്കാനില്ലേ? എല്ലാരും സംശയരഹിതരാണോ? ഓരോരുത്തർ ചോദിച്ചാലേ കാര്യങ്ങള് അറിയാൻ പറ്റുള്ളൂ. എന്റെ പോളിസി ഞാൻ പറയാം, ഞാൻ മറ്റേ റേഡിയോ ഒരിക്കലാവില്ല. ഇത് നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, ഞാനും ഇത് പറയാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. കാരണം ഇത് ഞാൻ മാത്രം പറഞ്ഞേ, നിങ്ങൾ കഥ കേൾക്കുമ്പോൾ ആരും കേൾക്കണ്ട. എന്തായാലും ചുരുങ്ങിയത് 56 ഒരു 5 പേരെങ്കിലും ഒരു സംസാരിക്കുകയാണെങ്കിൽ നന്നായിരുന്നു അല്ലെ? അതെ, ഉറപ്പായിട്ടും. ഓരോരുത്തരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ളവർക്ക് അത് പാടാവും. ഞാനൊരാളെ വിളിക്കാവേ. അനുപേട്ടാ. അനുപേട്ടൻ അത്യാവശ്യം ഇപ്പൊ നമുക്കൊരു അനുപേട്ടനെ ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാം. അതായത് ഒരു 6-7 മാസം അല്ല, ഒരു 8 മാസമായിട്ടുണ്ടാവും അല്ലെ? 8-9 മാസമായിട്ടുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ആയി അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകുന്നതാണ്. അതും പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർജറ്റും വെച്ച് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അതെ, നമ്മളുടെ ടീംസിൽ കുറച്ച് കിങ്സ് മാത്രമേ ഉള്ളൂ. അതിൽ തന്നാണ് അനുപേട്ടൻ. സോ അനുപേട്ടാ പറയൂ, എന്താണ് എക്സ്പീരിയൻസ്? അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സബ ബ്രോ പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ്, അതുകൊണ്ടാണ് ക്യാപിറ്റൽ 2 തവണ അക്കൗണ്ട് വാഷൗട്ടാക്കി, സ്റ്റോപ്പ് ലോസ് വെക്കാതെ കിടന്ന് ഉറങ്ങി കൊണ്ട് വാഷൗട്ടായി. അതെ, അതിന്റെ കുറെ തെറി മൂപ്പര് ഏറ്റിരുന്നു.
ഡയറക്റ്റ് ചെന്ന് അതിന്റെ തെറി മേടിച്ച് ഡയറക്റ്റ് ഇവിടെ വന്ന് തെറി വാങ്ങിച്ച മനുഷ്യനാണ് മൂപ്പര്. ഏഹ് അങ്ങനെ കുറെ ഇപ്പൊ ആ പുള്ളി പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ ഒക്കെ ഞാൻ ഫേസ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് റിയാലിറ്റി അതാണ്. പല പരിപാടിയൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിപ്പം ഞാൻ എന്റേതായ രീതിയിൽ ലൈക്ക് നമ്മളവിടെ പഠിച്ച ഇത് ഞാൻ മൂവിങ് ആവറേജും പിന്നെ ഈ പറഞ്ഞ ലിക്വിഡിറ്റിയും ഫെയർ വാല്യൂ ഗ്യാപ്പും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിലീപ് സാറിന്റെ കുറച്ച് ടിപ്സ്. മെയിൻലി എന്റെ മെന്റർ സാൽവോ സാറിൻ്റെത്, പിന്നെ നമ്മുടെ ജിഷ്ണു അങ്ങനെ എല്ലാവരെയും കുറച്ച് കുറച്ച് ഇത് ടിപ്സ് എല്ലാം കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാനിപ്പം വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ ആണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും ട്രേഡുകൾ ഒരുപാടെണ്ണം എടുക്കുമായിരുന്നു. ലൈക്ക് ഡെയിലി ലൈക്ക് ഒരു 20, 40, 60 വരെയൊക്കെ ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ലൈക്ക് ഒരു 10 ട്രേഡിനകത്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വർക്കിംഗ് കാര്യമാണ്. ഇപ്പൊ ഞാൻ അതാണ് ലാസ്റ്റ് വീക്ക് അതായിരുന്നു വർക്ക്ഔട്ട് ചെയ്യുന്നത്. നമ്മുടെ മെൻഡർ അഭിസാർ പറഞ്ഞതും പുള്ളി പറഞ്ഞ കറക്റ്റ്. റിസ്ക് റിവാർഡ് റേഷ്യോ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ മുന്നേ ഞാൻ ചെയ്ത റിസ്ക് റിവാർഡ് ഇടുമായിരുന്നു. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ലൈക്ക് ഇപ്പം 1:2 തന്നെ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും പല റേഞ്ചിലായിരിക്കും ലൈക്ക് ലോസ്. ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ട്രേഡിൽ $10 ലോസ് ആണ്, അടുത്ത ചിലപ്പം 15 ആയിരിക്കും. അങ്ങനെ വേരിയേഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോ അത് മാറ്റിയിട്ട് റിസ്ക് ലൈക്ക് ഇപ്പം എന്റെ ഇപ്പൊ എടുക്കുന്ന എല്ലാ ട്രേഡിനും $6 to $12 ആണ്. 6 ഇൻ ബിറ്റ്വീൻ 6 to 12 ആ റേഞ്ചിലാണ് ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യാൻ നോക്കുന്നത്. സോ അപ്പൊ മൾട്ടിപ്പിൾ ടൈം ലോസ് വന്നാലും റിസ്ക് റിവാർഡ് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഇന്നിപ്പോ ഞാൻ 4 ട്രേഡ് എടുത്തതിൽ ഏകദേശം ഒരു ട്രേഡ് ലോസും 3 ട്രേഡ് ബ്രേക്ക് ഈവൻ ആയിരുന്നു. പക്ഷെ ഞാൻ മോർണിംഗ് എടുത്ത ഒരു ട്രേഡിന്റെ പ്രോഫിറ്റ് വെച്ച് ഞാൻ ഇപ്പോഴും പ്രോഫിറ്റിലാണ്. ഇന്ന് ഇതില് സബപ്രോ പറഞ്ഞ പോലെ SL ഇത് ഞാനൊരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതെന്റെ ഒരു ബൈ പൊസിഷൻ ആയിരുന്നു. അതിൽ ആദ്യം അത് $10 SL-ഉം അല്ല $20 SL-ഉം $40 പ്രോഫിറ്റ് വരുന്നു. അതിൽ ഞാൻ ബുക്ക് ചെയ്യാൻ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ അത് റിട്ടേൺ ഇറങ്ങി വന്ന സമയത്ത് ഞാൻ SL ട്രയൽ ചെയ്ത് വെച്ചിരുന്നു. ആ ട്രയൽ ചെയ്ത് SL ഹിറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ TP-യിൽ അത് റീച്ച് ചെയ്തിട്ടുണ്ട് ആ ട്രയൽ. പക്ഷെ കുഴപ്പമില്ല. ഈ പറഞ്ഞ കണക്ക് അത് ചിലപ്പോൾ താഴോട്ടാണ് പോയിരുന്നതെങ്കിൽ ഫുൾ ലോസ് ആനെ. അതിന് പകരം ഈ പറഞ്ഞ കണക്ക് SL ട്രയൽ ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് അങ്ങ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. എന്റെ രാവിലത്തെ മോർണിംഗിലുള്ള ഇത് പ്രോഫിറ്റ് ആയത് അങ്ങനെയാണ്. ഞാൻ അതും SL ട്രയൽ ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം ട്രേഡ് അങ്ങ് ലീവ് ചെയ്തു. ഏകദേശം 30 സംതിങ്ങിന്റെ പ്രോഫിറ്റിൽ അത് ക്ലോസ് ആയി. ലൈക്ക് എനിക്ക് ഇന്നൊരു 2 ട്രേഡ്സേ ഉള്ളായിരുന്നു. ഈ റിസ്ക് റിവാർഡ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണേ എനിക്ക് തോന്നുന്നു. ലൈക്ക് നമ്മുടെ എൻട്രീസ് ഇപ്പം 10 ട്രേഡ് എടുക്കണമെങ്കിൽ 5 ട്രേഡും ക്ലോസ് ആയാൽ പോലും നമ്മൾ നല്ല പ്രോഫിറ്റ് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ആ റിസ്ക് റിവാർഡ്. പക്ഷെ ഞാൻ മുന്നേ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതിന് വേരിയേഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ SL വേരിയേഷൻ ഉണ്ടായിരിക്കും പല റേഞ്ചിൽ. അതിപ്പോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കണക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സുഖമായിട്ട് നമുക്ക്, കാരണം അത് മാത്തമെറ്റിക്കലി നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് ഒരു കാരണവശാലും നമ്മൾ എന്തായാലും ലോസിൽ പോകില്ല. കാരണം ആരും നമ്മൾ എടുക്കുന്ന 10 ട്രേഡ്സും ലോസിൽ വരുത്തില്ല, ഇല്ലേ സൗറോ? ഉറപ്പായിട്ടും. പിന്നെ ഈ പറഞ്ഞത് SL ട്രൈ ചെയ്ത് വെക്കും. പിന്നെ ഈ ചിലപ്പോൾ നമുക്ക് SL ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. എന്നിട്ട് അത് മാർക്കറ്റ് നമ്മൾ TP അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും അയ്യോ അത് ട്രൈൽ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ അത് ഈ പറഞ്ഞ കണക്ക് നമുക്ക് അതൊരു റിസ്ക് ആണ്. നമ്മൾ അത്രയും ലോസ് വരെ ഇതിപ്പം ഒരു 3 ട്രേഡ് എനിക്കൊരു ബ്രേക്ക് ഈവൻ ലൈക്ക് $30 വരെ പ്രോഫിറ്റ് കണ്ടതാണ്. എന്നിട്ടാണ് അത് പോയിട്ട് ഒരു $2, $3 അത് ക്ലോസ് ആയിട്ടത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ ഈ റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യുകയാണെങ്കിൽ എൻട്രീസ് ഓൾമോസ്റ്റ് നല്ല എൻട്രീസ് കിട്ടുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ലോസിൽ പോവാതെ നിൽക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് എല്ലാവരും അതങ്ങനെ മാത്തമെറ്റിക്കലി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാവും. ഈ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ലോസസ് ലൈക്ക് 10 ട്രേഡ് എടുക്കുന്നെങ്കിൽ അവരെല്ലാം ഈക്വൽ ടോപ്പ് റേഞ്ചാണ് ടോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ പ്രോഫിറ്റ് അതിന്റെ ഡബിൾ ആണെങ്കിൽ ഷുവറായിട്ടും ബാക്കിയുള്ള 5 ട്രേഡ് നമുക്ക് അതിന്റെ ഇരട്ടിയാണ് വെക്കുന്നത്. ഓക്കെ. ഇപ്പൊ എന്താണ് ഓവറോൾ എക്സ്പീരിയൻസ്? ഇതൊക്കെ കീപ്പ് ചെയ്യുമോ? ഷുവറായിട്ടും വരും. കാര്യം വെച്ചാൽ ഞാൻ ഒരു എന്റെ ഇന്നത്തേല് തന്നെ ഇന്നത്തേല് ഞാൻ നിൽക്കുന്നതിൽ ലൈക്ക് 4 ട്രേഡാണ് ഇന്നത്തെ. അത് ഇന്ന് വെളുപ്പിനെടുത്ത ട്രേഡ് സെല്ലായിരുന്നു.
ഇന്നത്തെ ലോ വരെയായിരുന്നു എന്റെ TP. ലൈക്ക് അറൗണ്ട് ഞാൻ എല്ലാം 3349 വരെ, അതൊരു $36 പക്ഷെ രാവിലെ തന്നെ ആ സെല്ല് വെളുപ്പില്ല. ലൈക്ക് വിട്ട ട്രേഡ് അത് സെല്ല് ജസ്റ്റ് അത് സെല്ല് അടിച്ച് $6 സ്റ്റോപ്പ് ലോസ് അടിച്ച് വീണ്ടും ഒരു സെക്കൻഡ് സെല്ലാണ് $36 അടിച്ചത്. ഇന്നത്തെ പിന്നെ ഇന്ന് ഈ ബൈ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ $20 SL-ഉം $40 പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷെ അത് ഞാൻ SL ട്രയൽ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ $2 അത് ഹിറ്റ് ആയി പോയി. അതിനുശേഷമാണ് അത് ഹൈ പോയത്. ഓക്കെ, ഇതില് ഇപ്പൊ നമ്മള് അനുബേട്ടൻ പറഞ്ഞ പോലെ റിസ്ക് റിവാർഡ് റേഷ്യോ. അപ്പോൾ അനുബേട്ടന്റെ ഒരു 1-2 തവണ ക്യാപിറ്റലൊക്കെ വാഷ് ഔട്ട് ആയ ഒരാളാണ്. പക്ഷെ അതിൽ നിന്ന് പഠിച്ചൊരു കാര്യം ഏത് അനുബേട്ടന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കുറേ ആൾക്കാരെ ക്യാപിറ്റലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യാനുള്ള ഒരു മാർഗമുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ എത്ര പേര് ട്രേഡിംഗ് ജേണൽ ആരും കീപ്പ് ചെയ്യുന്നുണ്ടോ? ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യമാണ് ട്രേഡിംഗ് ജേണൽ. ഈ ട്രേഡിംഗ് ജേണൽ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ട്രേഡിംഗ് ജേണൽ അതെന്നത്തെ സാധനമാണ്? അതെന്നാ ചാതനല്ലേ? ആരാ റംസിയ? ആരാടെ? അപ്പൊ ട്രേഡിംഗ് ജേണൽ അതെന്താന്ന് പറഞ്ഞുതരാം. നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ ഒരു ബക്കാലി പോകുന്നു. നമ്മൾ ബക്കാലി പോയ ബക്കാലക്കാരൻ ഒരു കച്ചവടം ചെയ്യുന്നു. എന്താ പറയാ, ഇപ്പൊ ഒരു സാധനം വിൽക്കുന്നു. ആ സാധനം വിൽക്കുമ്പോൾ ബക്കാലക്കാരൻ എന്ത് ചെയ്യും, അവിടെ നോട്ട് ചെയ്ത് വെക്കും. അല്ല, ഒരു കാർഡ് മെഷീൻ ഉണ്ട് അവിടെ, അവർ കാർഡിൽ വരുന്ന ക്യാഷ് അവിടെ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും. ഇന്ന് ഇത്രയാണ്, ഇന്ന് റീചാർജിന്റെ ക്യാഷ് ഇത്രയാണ്, അല്ലെങ്കിൽ ഒരു സിഗരറ്റ് ബുക്കാണ്, സിഗരറ്റിന്റെ ക്യാഷ് ഇത്രയാണ്. ചില ബക്കാലിക്കാണ് 2-3 ബുക്ക് 2-3 പേപ്പർ ഇങ്ങനെ കഷ്ണം പേപ്പർ ഇങ്ങനെ വെച്ചിട്ടാണ്, പീസ് പേപ്പർ എന്നിട്ട് അതിലിങ്ങനെ എഴുതുന്നതാണ്. ദാറ്റ്സ് കോൾഡ് ജേണൽ. അത്രയേ ഉള്ളൂ ജേണൽ, അല്ലാണ്ട് കൂടുതൽ തല ചിന്തിക്കണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം നമ്മളൊരു ഇതിനായിട്ടൊരു ബുക്ക് ഉണ്ടാക്കാം. അതായത് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് ഞാൻ ഒന്നും കൂടി ഷെയർ ചെയ്യാൻ പറയാം. ട്രേഡിംഗ് ജേണൽ നല്ല വൃത്തിയായി ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഷീറ്റ് അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ, വേറെ ആർക്കും കാണാൻ പറ്റില്ല. നിങ്ങൾക്കും ഇവിടെ ഒരാൾക്കും, ഇവിടെ സപ്പോർട്ട് ടീമിൽ ഒരാൾക്കും അത് കാണാൻ പറ്റും. അപ്പൊ അതിലെന്ത് മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താൻ ചെയ്യും, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരും. അത് വേണമെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാൻ പറയാം. ജോൺ, അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ട് ട്രേഡിംഗ് ജേണൽ എന്ന് കീപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ ഈ ട്രേഡിംഗ് ജേണൽ എന്തുകൊണ്ട് കീപ്പ് ചെയ്യണം, എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡിംഗ് ജേണൽ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ട്രേഡ് എടുക്കുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഒരു മൊത്തം എന്താ പറയുക, ഒരു 5 ട്രേഡ് എടുത്തു വെക്കാം. ഈ 5 ട്രേഡിൽ ഇപ്പം എന്ത് ചെയ്യാം, നമുക്കൊരു 2 ട്രേഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ 3 ട്രേഡ് ലോസ്. അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് 2 ട്രേഡ് അല്ലെങ്കിൽ 4 ട്രേഡ് എടുത്തിട്ട് 4 ട്രേഡ് പ്രോഫിറ്റ് വന്ന് വെക്കാം. ഈ 4 ട്രേഡിന്റെ പ്രോഫിറ്റിന്റെ റീസൺ എന്താ നിങ്ങൾ അവിടെ എഴുതി വെക്കാം. വൈ, എന്തുകൊണ്ട് എനിക്ക് ഈ പ്രോഫിറ്റ് കിട്ടി. അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ 2 ട്രേഡ് ലോസ് വന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2 ട്രേഡ് എന്തുകൊണ്ട് ലോസ് വന്നെന്ത് ചെയ്യുക, നോട്ട് ചെയ്യാം. അന്നിരുന്നിട്ട് എന്റെ മിസ്റ്റേക്ക് ഇതായിരുന്നു, ഇത് ഇവിടെ നിന്ന് ഞാൻ ഒരു ട്രേഡ് എടുത്തു, എനിക്ക് ഇവിടെ നിന്ന് എല്ലാവരും ശരിക്കും എടുക്കാൻ പാടില്ല, കാരണം ഇവിടെ ഒരു റെഫ്യൂജിന്റെ ഇത് കവർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടില്ല. അല്ല, സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇപ്പം എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ട്രേഡ് ഇട്ടത്. അപ്പൊ അത് ഞാൻ ചെയ്ത തെറ്റാണ്, അത് അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ആ ഒരു നിങ്ങൾ ഇതേപോലെ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, രാവിലെ എടുക്കുക. നിങ്ങൾ ട്രേഡ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഇന്നലത്തതും അതിന് മുമ്പത്തെ തെറ്റുകൾ എന്താണെന്ന് മാത്രം പഠിക്കുക. എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത്, എന്ത് ചെയ്യുക, ഈ ദിവസം അത് ആവർത്തിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇന്നലത്തെ ട്രേഡിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കുക, അത് ഇന്ന് ആവർത്തിക്കാതിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ ആ മിസ്റ്റേക്ക് അതിനെന്ത് ചെയ്യും, അതിന്റെ ഓപ്പോസിറ്റുള്ള കൗണ്ടർ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അപകടങ്ങൾ ഓട്ടോമാറ്റിക് പഠിക്കും. ആ മിസ്റ്റേക്ക് നിങ്ങൾ ആവർത്തിക്കില്ല, കാരണം നിങ്ങൾ അവിടെ വിജയിച്ച് നടത്തുക. കാരണം എന്താ, ആ മിസ്റ്റേക്കിനല്ലേ എന്ത് ചെയ്യും, നിങ്ങളൊരു പുതിയ ട്രേഡ് ചെയ്യുന്നു, അപ്പം ചിലപ്പോൾ പുതിയൊരു മിസ്റ്റേക്ക് വന്നിരിക്കുക. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്, ഇത് അത്രയും വലിയൊരു മാർക്കറ്റ്, അത്രയും വലിയൊരു ലോകത്തിൽ നിങ്ങളുള്ളത്. അപ്പം എന്ത് ചെയ്യുക, ഓരോ ദിവസം നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് മാറ്റി അതിന് പകരം വേറെ ആ തിരുത്തി നിങ്ങൾക്ക് പുതിയൊന്നും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ 100% ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ഇത് വിജയിക്കാൻ പറ്റും. അതിനല്ല, നിങ്ങൾ ഇന്നലെ ചെയ്ത മിസ്റ്റേക്ക് അതേ മിസ്റ്റേക്ക് എന്നും കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നത്തിങ് ടു സേ. നമ്മൾ എന്ത് സൈക്കോളജിയിൽ എന്ത് സ്ട്രാറ്റജി ഉണ്ടാക്കിയും കാര്യമില്ല. നമ്മൾ ട്രേഡിംഗ് റെക്കോർഡ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്ട്രാറ്റജി പഠിച്ചു, നിങ്ങൾ ആ സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെയിലി ലോസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ട്രേഡിംഗ് ജേണൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സ്ട്രാറ്റജി എനിക്ക് പറഞ്ഞതല്ല, ഇത് എനിക്ക് മാറ്റാനായിട്ടുണ്ട്, ഞാൻ വേറെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം, എൻ്റെ സ്ട്രാറ്റജി അവിടെ തെറ്റാണ്. അപ്പൊ ഇതിനാണ് ട്രേഡിംഗ് ജേണൽ നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞത്. ഈ ട്രേഡിംഗ് ജേണലിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80% തെറ്റുകൾ തിരുത്താൻ പറ്റും. പിന്നെ ആ തെറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിക്കാനും പറ്റും. കാരണം ട്രേഡിംഗിൽ ഏറ്റവും വലുതാണ് ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്. ഞാൻ എന്നും പറയുന്ന ഇതാണ്, ട്രേഡിംഗിൽ ഒരൊറ്റ ഗോൾഡൻ റൂളേ ഉള്ളൂ, വേറൊരു റൂൾ ഇതിൻ്റെ അകത്തില്ല. ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്.
ലേൺ ഫ്രം ദ മിസ്റ്റേക്സ്. വേറൊരു ഓപ്ഷൻ ഇതിൻ്റെ ഒത്തില്ല ട്രേഡ് നിങ്ങൾക്ക് പഠിക്കാൻ. ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. കാരണം തെറ്റ് വരാതെ ഒരാളും ട്രേഡർ ആവില്ല. ഞാൻ എന്നും പറയുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്, തെറ്റ് വരാതെ ഒരാളും ട്രേഡർ ആവില്ല. ആരും ഒറ്റയടിക്ക് ട്രേഡറായ ചരിത്രമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ ജിഷ്ണു സാറിനെ തന്നെ ചോദിച്ചു നോക്കും, എത്രമാത്രം ജിഷ്ണു സാർ ഇതിൽ കഷ്ടപ്പെട്ടായിരിക്കും ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ടാവാന്നുള്ളത്. അപ്പൊ പറഞ്ഞാൽ ഈ തെറ്റ് വരുത്തിക്കാതെ ആരും ട്രേഡർ ആകാൻ പറ്റില്ല. അപ്പൊ വരുന്ന തെറ്റുകൾ അതെന്താന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് വന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ ചെയ്തതിൽ എവിടെയായിരുന്നു എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ അതിൽ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ആലോചിക്കുക, അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ആലോചിച്ച് എന്ത് ചെയ്യുക, അത് നമ്മൾ വൃത്തിയായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അത് നോട്ട് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അത് വീണ്ടും റിവൈൻഡ് ചെയ്യുക, അത് ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയൊരു വീണ്ടും നിങ്ങൾക്ക് പുതിയ അറിവിലേക്ക് നിങ്ങൾ എത്തും. ഇതിങ്ങനല്ല ചെയ്യേണ്ടത്, ഞാൻ ചെയ്ത് ഇവിടെയാണ് തെറ്റപ്പം എന്ത് ചെയ്യും, പുതിയൊന്നിലേക്ക് എത്തും. ഇപ്പം ട്രേഡിങ് ചെയ്യണം എന്ത് ചെയ്യുക, എല്ലാവരും നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു ഗാംബ്ലിംഗ് ബിസിനസ്, ഇതൊരു ഗാംബ്ലിംഗ് അല്ല, ദിസ് ഈസ് എ ബിസിനസ്. നിങ്ങൾക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫ്രീഡം തരാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ് ഇത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ അറിയാം. ഞാൻ ഇന്ന് രാവിലെ ഓഫീസിൽ വന്ന് 11:30 മണിക്ക്, അരമണിക്കൂർ ഞാനൊന്ന് പോവുകയും ചെയ്തു. പള്ളിയുടെ ടൈം കുറച്ച് നേരം ഞാൻ ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെ ഞാൻ ഇപ്പം വരുന്ന ഈ ലൈവ് ഉണ്ടായിക്കൊണ്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് കുറച്ച് മുമ്പ് ഇതിൽ മൂപ്പരുണ്ടോന്ന് അറിയില്ല, എൻ്റെ ഒരാൾ വിളിച്ചത്. ഞാൻ ഉറങ്ങുന്ന ടൈമിലാണ് ജിഷ്ണു സാർ വെറുതെ അവിടെ കിടക്കുന്നത്. ആ ടൈമിൽ ജിഷ്ണു സാർ വിളിച്ചിട്ട് വീണ്ടും എനിക്കൊരു ഒരാളിങ്ങനെ സംസാരിക്കണം എന്നിട്ട് മൂപ്പർക്ക് എന്ത് ഇമോഷണലി കുറച്ച് പ്രശ്നം എന്നിട്ട് സംസാരിച്ചത്. അപ്പൊ ഈ ഒരു രീതിയിൽ എല്ലാവർക്കും ഇപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മളിവിടെ വന്നിട്ട് ദിവസം ഒരാൾ ഒരു 8 മണിക്കൂർ 9 മണിക്കൂറും പണിയെടുക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ഇതിൽ നിന്നൊരു ഫ്രീഡം, പക്ഷെ ഇതിന്റെ ഒരു അൺറിയലിസ്റ്റിക് മാത്രം ചിന്തിക്കണുണ്ട്, ഇതിന്റെ റിയാലിറ്റിയും കൂടി ചിന്തിക്കണം. പെട്ടെന്ന് ഒരു ഇതിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മേഖലയല്ല ഇത്. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ ബി പേഷ്യൻറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ഡിസിപ്ലിൻ, പേഷ്യൻസ്. ഇത് രണ്ടും ഇല്ല നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക, ഒരു ദിവസം കൊണ്ട് പേഷ്യൻസും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പോകാനല്ല പറയുന്നത്. നമ്മളിത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു വർഷം എടുക്കും, ചിലപ്പോൾ 6 മാസം എടുക്കും. നിങ്ങൾ എത്ര കാലം എടുത്താലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് നിർബന്ധമായിട്ടും പാലിച്ചേ പറ്റൂ. നിങ്ങളെ മെന്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ടിങ് ടീം അവരെന്താണോ അതിനോട് പറയുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങൾ അംഗീകരിച്ചിട്ടും കുഴപ്പമില്ല, നിങ്ങളെ മെന്റേഴ്സ്. കാരണം വെച്ചാൽ അവര് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഭയങ്കര തെറ്റാണ്. കാരണം അവർ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞിരുന്നത്. അപ്പൊ അവര് പറയുന്നതിന് ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും അതിനൊരു മോശമാണ്. കാരണം വെച്ചാൽ അവർ അത്രമാത്രം നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എസ് എൽ വെക്കാൻ പറഞ്ഞ ടീപ്പൊക്കെ നിങ്ങൾക്ക് അതൊന്നും വേണ്ട. എനിക്ക് തോന്നിയ ട്രേഡ് ചെയ്യാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കോഴ്സ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ടിങ് ടീമിനെ വെച്ചിട്ട് അതിലും അർത്ഥമില്ലാണ്ടായി. കാരണം നമ്മൾ ഈ സപ്പോർട്ടിങ് ടീമിന് ബാക്കി ഈ വർഷങ്ങളോട് നിങ്ങൾക്ക് സപ്പോർട്ടും പറയുന്നതാണ് നിങ്ങളൊരു ട്രേഡർ ആക്കണം. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം. ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ബിസിനസ് ഇത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളതല്ല. നമുക്ക് എന്ത് ചെയ്യാൻ കൂട്ടത്തോടെ ഒരു ടീം, ഒരു കമ്മ്യൂണിറ്റി ഒരു ടീമായി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്കിതിലെ കുറേ ലോസുകളും മിസ്റ്റേക്കും പെട്ടെന്ന് തിരുത്താൻ പറ്റും. നമ്മൾ ഒറ്റക്ക്, നമ്മളിപ്പോൾ ഒരു വണ്ടി ഒറ്റക്ക് ഓടിക്കാൻ പഠിക്കാൻ, നമുക്ക് ഒരാളെ സഹായമില്ല, ഈ വണ്ടിയെ കുറിച്ച് നമുക്ക് ഒന്നും അറിയുകയും ചെയ്യില്ല. എന്തായിരിക്കും നമ്മളെ അവസ്ഥ, കുറെ തട്ടും കുറെ മുട്ടും, ചിലപ്പോൾ എന്ത് ചെയ്യും, ആളും തീരും, അല്ലെങ്കിൽ വേറെ ആൾ നമ്മൾ കൊല്ലും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അതല്ല, നമുക്കൊരു പ്രോപ്പർ ട്രെയിനർ ഉണ്ട്, നമുക്കൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ട് നമ്മളെ കൂടെ, നമുക്ക് സിംപ്ലി ഈസി ആയിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റും. ആ സെയിം സിനാരിയോ ഉള്ളൂ ട്രേഡിങ്ങും. നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് നോക്കി പഠിക്കുക ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരിക്കലും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് നോക്കി പഠിക്കുന്ന, നമുക്ക് അവിടെ ഒരു വീഡിയോ മാത്രം നമ്മൾ കാണും, നമുക്കവിടെ ഇൻസ്ട്രക്ടർ ഇല്ല. നമ്മൾ ആ യൂട്യൂബ് മാത്രം നോക്കി അതിൽ പറയുന്നത് അവരവരുടെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരു ടീമായിട്ട്, നിങ്ങളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്ത് പോകുമ്പോൾ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ 3ാമത്തെ എക്സ്പീരിയൻസ് ആണ് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ഇതവിടെ നമ്മൾ ടീമായി ചെയ്യുക. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ്, ബി എ ടീം, ഡോണ്ട് ബി ഇൻഡിവിജ്വൽ. അപ്പം എന്ത് ചെയ്യുക, ഇതാ ഒരു മഹാൻ നമ്മളെ കൂടുതൽ ഒരു മഹാനിടെ വന്നിട്ട് നോക്കുന്നുണ്ട്, ലൈവിൽ ഇരുന്നിട്ട് അപ്പുറത്തിട്ട് ഇപ്പുറം നോക്കാണ് രാഹുൽ ബ്രോ. അപ്പം എന്ത് ചെയ്യുക, നമ്മൾ ആ രീതിയിലോട്ട് മാറാം. കം ഇരിക്കും. അപ്പം ആ രീതിയിലേക്ക് ഒന്ന് മാറാൻ ശ്രമിക്കുക. നമ്മളൊന്നൊരു ടീമായിട്ട് മാത്രം മുന്നോട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഒരു ട്രേഡ് ഇടണം, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നേരെ അത് പോസ്റ്റ് ചെയ്യാം ഗ്രൂപ്പിലേക്ക്. അപ്പം എന്ത് ചെയ്യുക, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ മെന്റേഴ്സ് പറഞ്ഞുതരും. അപ്പം എന്ത് ചെയ്യുക, അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കൂടുതൽ എല്ലാവരും കൂടി ഇത് പഠിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുക, ചിലപ്പോൾ അത് ഒരാൾക്ക് അറിയാത്തൊരു മേഖല ആയിരിക്കും. അപ്പം എന്ത് ചെയ്യുക, അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും, എന്താണ് അവർ പറഞ്ഞ കാര്യം. അതുപോലെ വേറെ ആളോട് നിങ്ങൾക്കും കിട്ടും അതിൽ ഉത്തരം. ഇപ്പം നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തു തുടങ്ങിയാൽ എന്ത് ചെയ്യും, ഇതൊരു പെട്ടെന്ന് നിങ്ങളുടെ മുന്നോട്ട് പോകും. അപ്പം എന്ത് ചെയ്യുക, എന്നൊരു ടീമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. റിയലിസ്റ്റിക് ആവുക, ഡിസിപ്ലിൻ ആൻഡ് പേഷ്യൻസ്. കീപ് ദ ജേർണൽ പ്രോപ്പർലി.
ട്രേഡിംഗ് ചെയ്യാൻ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യുക. ഓക്കെ, വേറെ ആർക്കും എന്താ എക്സ്പീരിയൻസ് എന്തൊക്കെ ഉണ്ടോ കാര്യങ്ങള്? ഹലോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, വേറെ ആരും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി, ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. ആരാണ്? ഇപ്പോ ഷെരീഫ് ശരി, ഓക്കെ, ഷെരീഫ് പറ. എന്റെ പേര് കാണുന്നില്ലേ? ഞാൻ കണ്ട് ആ ഞാനത് ഓക്കെ. ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. ആ പറയുന്നത് കേൾക്കുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ഓക്കെ വേറെ ഓക്കെ സൗണ്ട് ഓക്കെ, പോലെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞോളൂ പറയാനുള്ള വെച്ചാൽ പറഞ്ഞോളൂ. ഇപ്പൊ ബിഗിനേഴ്സിനെ സംബന്ധിച്ചാണ്. ഇപ്പൊ ഇവിടെ അവിടെ ഓഫ്ലൈൻ കോഴ്സ് കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ സാറിനുള്ള തീർച്ചയായിട്ടും ഇതൊരു കമ്മ്യൂണിറ്റി ഗൈഡൻസ് എന്താ പറയാ എന്ന രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും മെന്റേഴ്സിന് എന്റെ ഒരു നിർദ്ദേശം ഉണ്ട്. അത് ശരിയാണോ തെറ്റെന്ന് എനിക്കറിയില്ല. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ എനിക്ക് എന്താണ് പറയാനുള്ളത് ക്ഷമിക്കേണ്ടത്? പറഞ്ഞോളൂ. തെറ്റ് അതല്ല, ആ സൈഡിൽ ഞാൻ നമ്മളെ സൈഡിൽ മുൻകൂട്ടി തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു നമ്മൾ വേറൊന്നുമല്ല. തിരുത്തേണ്ട കാര്യമാണ്. ഒരു നിർദ്ദേശം നിലയിൽ പറയാൻ ഇപ്പൊ ശരി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ജസ്റ്റ് മെന്റേഴ്സിന്റെ ഇന്ന സമയത്ത് ഒരു ബൈ ഉണ്ട്, ഇന്ന മാതിരി കാര്യങ്ങളൊക്കെ അതിനുണ്ട്. ഇപ്പോ അതിന്റെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, അപ്പൊ അതിന്റെ മാതിരി സെല്ല് വെക്കുക, അല്ല ബൈ ടീപ്പിന്റെ മാതിരി വെക്കുക. അത് ജസ്റ്റ് ഒരു ഞാൻ പറയുന്നത് ലൈവിലല്ല, ഡെമോയില് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു ഷെരീഫ് മനസ്സിലായി. ഖാൻ എന്തെങ്കിലും ക്യാഷ് ഇതുവരെ നഷ്ട ആയിട്ടുണ്ടോ? എന്റെ ക്യാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ മോർഫിൻ എഫക്സില് ഏകദേശം ഒരു 400 ദിർഹംസ് അത്രയ്ക്കുള്ളൂ. പിന്നെ ഞാൻ അവിടെ അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് കേട്ടോ. ഇതേപോലെ ഇൻസൈറ്റ്സ് ഉണ്ട്, എലൈറ്റ് ഉണ്ട്, അങ്ങനെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ട്. അതായത് അപ്പൊ ഒരു സിഗ്നൽസും, ഗ്രൂപ്പ് അതായത് ഒരു സ്ഥിരമായി ഡ്യൂട്ടിയുള്ളവർക്കുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരു ഒരു ഗ്രൂപ്പ് ബിഗിനർ ഓൺ ദ ടൈമിൽ തന്നെ എന്തുകൊണ്ട് അതിൽ കയറ്റാത്ത അറിയണ്ടോ? അല്ല, ഞാൻ അതിൽ കയറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ഇത് പറഞ്ഞത് ഞാൻ ഇതിന്റെ റീസൺ പറഞ്ഞത്. ലൈവ് ട്രേഡിങ്ങിന്റെ ബേസിലാണ്, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ജസ്റ്റ് 1-2 ആഴ്ച ഡെമോയിൽ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നത്. ഡെമോയിൽ നമ്മൾ അത് സൈക്കോളജി നിങ്ങളിപ്പം മാർക്കറ്റ് ഇതില്ലേ, ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇല്ലേ ഷെരീഫ് ഖാൻ കറന്റ്ലി? ഉണ്ട്. ഉണ്ട്. അപ്പൊ ഷെരീഫ് ഖാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. അതായത് മെന്റേഴ്സിനെ സംബന്ധിച്ചോളൂ. ഇപ്പം ഞാനിപ്പോ ഒന്ന് പറയും, ഇപ്പൊ ഷെരീഫ് ഖാന്റെ ബാച്ച് കഴിഞ്ഞു, ഈവനിങ് ബാച്ച് അല്ലേ, മറ്റന്നാൾ ആ ബാച്ച് ഓപ്പൺ ആണ്. അതായത് രാവിലെ 11 മുതൽ അങ്ങോട്ടേക്ക് എല്ലാ മെന്റേഴ്സിനും ബാച്ച് ഉണ്ട്. അത് ചില ആൾക്കാർ 11 മണിക്ക്, ഇപ്പൊ ജിഷ്ണു സാറൊക്കെ 9-നാ വരുന്നത്, 9-9:30 ആകുമ്പോൾ ഇവിടെ എത്തും. ജിഷ്ണു സാറിന് നൈറ്റ് 9 വരെ ബാച്ചാണ്. അതുപോലെ ബാക്കിയുള്ള മെന്റേഴ്സും അവർക്കൊക്കെ 10-ന് വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഏകദേശം ഓൾമോസ്റ്റ് 10 വരുന്നുണ്ട്. 11-ന് വരുന്ന ആൾക്കാരുണ്ട്, അവർക്കുണ്ട് 10 വരെയൊക്കെ ക്ലാസ്സുകൾ. പറഞ്ഞാല് നമുക്ക് ഇത് ഫുൾ ടൈം ഇതിനായിട്ട് ഒരാൾ ഇരുത്താൻ വേണ്ടി നോക്കാറാണെങ്കിൽ സപ്പോർട്ടിങ് ടീം ഇവിടെ ഉണ്ട് ഓൾറെഡി. പിന്നെ പറഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഇപ്പോൾ ഒരാൾ, ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഒരാൾ അവൈലബിൾ ടൈമിൽ വേറെ ആൾ ഉണ്ടാവില്ല, കുറെ ആൾ ഡ്യൂട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈവ് പോലും, ഡെയിലി ലൈവ് ഉണ്ടല്ലോ നമുക്ക് വൈകിട്ട്, ആ ലൈവ് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും ചോദിക്കാം. പിന്നെ നിങ്ങളൊരു 30% ഇങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ബാക്കി നമ്മളെ സ്റ്റുഡൻസ് ഒരു 30% സപ്പോർട്ട് ഇങ്ങോട്ട് കാണിക്കുക, ബാക്കി 70% ഞങ്ങൾ തിരിച്ചു കാണിക്കും. ആ 30% നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഈ ട്രേഡിൽ ഒന്നും നിങ്ങൾ വിജയിപ്പിക്കാൻ പറ്റില്ല. അതിനാണ് ഞാൻ പറഞ്ഞ ഡിസ്കഷൻ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ഇന്നലെ പോലെ വീണ്ടും അത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഞങ്ങൾ. വേറെ കുറെ പരിമിതി കാരണമാണ് കുറച്ച് കാലത്ത് കഴിഞ്ഞ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. ഇന്നലെ പോലെ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട് ഡിസ്കഷൻ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അവരുടെ ഡൗട്ടുകൾ ആ ഡിസ്കഷനിൽ ചോദിക്കുക. എന്തോ ആയിക്കോട്ടെ, എന്ത് പൊട്ടത്തരായി വേണം ചോദിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്ത് ടോക്കായി നടത്താം, ഒരു പ്രശ്നമില്ല അതിൻ്റെ ഒത്ത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് ആ ഡൗട്ടിൽ ചോദിക്കാം. അല്ല മാർക്കറ്റിൽ നിങ്ങൾ ചെയ്തൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോസ് വന്നു അതിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അതിൽ പറയാം. അപ്പോൾ എന്ത് ചെയ്യും, ആ എല്ലാ ഗ്രൂപ്പിലും ഞാനും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഉത്തരം എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ ആ ഡിസ്കഷൻ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നമുക്ക്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ട്രേഡ് ഇടാൻ പോവാണ്, നിങ്ങളൊരു ബൈ ചെയ്യാൻ പാടില്ല, സെല് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഗ്രൂപ്പിൽ ചോദിക്കുക, എനിക്കിങ്ങനെ ഡൗട്ട് ഉണ്ട്, ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്നുള്ളത്, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, മെന്റേഴ്സ് നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറഞ്ഞുതരും. ഓക്കെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ സെഷനിൽ, അത് എത്ര പേര് കീപ്പ് ചെയ്യുന്നുണ്ട്? അതായത് ക്യാപിറ്റലിന്റെ റിസ്ക് റിവാർഡ് റേഷ്യോ, ഞാൻ ഇത്രേ റിസ്ക് എടുക്കത്തുള്ളൂ, ആ റിസ്ക് ഞാൻ എൻ്റെ ഇത്ര ഇതിലേക്ക് ട്രേഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, അത് എത്ര പേര് കീപ്പ് ചെയ്തിട്ടുണ്ട്? എനിബഡി? ഹലോ, ഒരാൾ പോലും കീപ്പ് ചെയ്തിട്ടില്ല അതിന്റെ അർത്ഥം അല്ലേ? ബോസ് അതൊന്നും കൂടെ പറഞ്ഞുതരുമോ? ലാസ്റ്റ് സെഷനിൽ ഇല്ലായിരുന്നു.
എന്താണ് എന്നെ സംബന്ധിച്ച് അതിനെ കുറിച്ച് പറയാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ രണ്ടാമത്തെ ട്രേഡ് എടുത്തുള്ളതാണ്. ഞാൻ എക്സ്പീരിയൻസ് ഓക്കെ ഉള്ള ഓക്കെ ഷെരീഫ് ഓക്കെ. ഞങ്ങൾ അഞ്ചാറ് ട്രേഡ് ലാസ്റ്റ് എടുത്തതിനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. ഓക്കെ. ഓക്കെ ഞാൻ ലാസ്റ്റ് എന്താ പറയാ ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു. അതായത് നമ്മൾ ട്രേഡ് ഇപ്പൊ ഒരാൾക്ക് ഒരു $10,000 ആണ് അയാളെ ക്യാപിറ്റൽ എന്ന് വെക്കാം. അപ്പൊ അയാൾ അതിന്റെ എന്ത് ചെയ്യും, ഒരു 0.1% അല്ലെങ്കിൽ ഒരു 1% റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഒരു ദിവസം പെർ ഡേ പെർ $100. അപ്പൊ $100 ഡിവൈഡ് ചെയ്ത് 5 ട്രേഡിലേക്ക് മാത്രം കൊടുക്കുക. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു SL വെച്ച് ഈ 5 ട്രേഡ്, ഈ 100 സെറ്റ് ദ ലോസ് നോട്ട് ദ പ്രോഫിറ്റ്. ഒരു ഫിക്സ് ചെയ്യുക ലോസ്, എനിക്ക് ഇത്ര മാത്രമേ പറ്റുള്ളൂ ഒരു ദിവസം. നിങ്ങളെ ക്യാപിറ്റൽ 1%, ഇക്വിറ്റിയുടെ 1% ദിവസം നിങ്ങൾ ലോസ് എടുക്കുന്നു ഫിക്സ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ബേസിൽ ട്രേഡ് എടുത്തു. എന്നിട്ട് എനിക്ക് ഇത്രയും ലോസ് വന്നിട്ടില്ല, എനിക്ക് അതിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ട്. അതായത് 100 എന്ത് ചെയ്യും, നമ്മൾ ഡിവൈഡ് ചെയ്ത് 5-10 ട്രേഡ് കൊടുത്താൽ തന്നെ 10 ട്രേഡ് കൊടുത്താൽ നമുക്ക് ഒരു SL 10 കിട്ടും. 0.01 വെച്ചിട്ട് പുതിയൊരാൾക്കാണെങ്കിൽ. ബിഗിനേഴ്സ് എല്ലാവരും ആ ഒരു ലെവൽ തുടങ്ങിയാൽ ഒരു 0.1 എന്ത് ചെയ്യാം, ഒരു ഇതിൽ $20 ആ റേഞ്ചിൽ, അല്ലെങ്കിൽ 0.05 വെച്ചിട്ടാണെങ്കിൽ $4 SL. ആ രീതി വെച്ചിട്ട് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റിൽ? എനിബഡി? SL വെക്കും, പക്ഷെ TP വരെ വെയിറ്റ് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നമുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാ, TP കാണുമ്പോൾ കട്ട് ചെയ്യും. അതെ, TPക്ക് മുന്നേ കട്ട് ചെയ്യും. TP എത്തണ്ട്, അതായത് നമ്മൾ ബ്ലൂ കണ്ട പിന്നീട് കൈയാണ്ട് വരക്കാൻ തുടങ്ങും. $2-3 കണ്ടിട്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങണ കാണുമ്പോ അപ്പൊ കട്ട് ചെയ്യും. അതിന് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ, നമ്മള് ഒരു $2-3 പിന്നെ നമ്മള് ഫിയർ ആണ് നമുക്ക് അവിടെ വരുന്നത്. ഇത് മാർക്കറ്റ് റിവേഴ്സൽ വരുമെന്നുള്ള അല്ലേ? ട്രേഡിംഗ് സൈക്കോളജിയിലെ ഏറ്റവും വലിയൊരു മേഖലയാണ് ഈ ഫിയർ ആൻഡ് ഓവർ കോൺഫിഡൻസ്. നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം. അപ്പൊ ഈ ഫിയർ മാറ്റാൻ നമുക്ക് ഒറ്റ വകുപ്പേ ഉള്ളൂ. നമുക്ക് നമ്മളെ പേടി എന്താണ്, ഈ ക്യാഷ് മിസ്സാവുന്നുള്ള, എന്നിട്ട് പോയി നമുക്ക് ലോസ് വരുമെന്നുള്ളത് അല്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അല്ല, SL അടിക്കുമ്പോ പ്രോബ്ലം ഇല്ല, SL അടിച്ചാലും പ്രോബ്ലം ഇല്ല. പക്ഷെ TP കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അത് വന്ന് SL അടിച്ച് കഴിയുമ്പോ പ്രോബ്ലം ആണ്. അങ്ങനെ അപ്പൊ ഒരു എന്ത് മെന്റാലിറ്റി. ചെയ്യണ്ടെന്ന് നമ്മളിപ്പോ ഒരു പ്രോഫിറ്റ് എത്തി നോക്കുക, ഒരു ചെറിയ പ്രോഫിറ്റ് എത്തി, നമ്മളൊരു $3-4 പ്രോഫിറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ വെക്കുന്ന SL ഇല്ലേ, എവിടെയാണോ എൻട്രി എടുത്ത് അവിടത്തേക്ക് അത് മൂവ് ചെയ്യാം. അതിനേക്കാൾ കുറച്ച് മുകളിൽ കയറിക്കുക ചെറിയൊരു പ്രോഫിറ്റില്. പിന്നെന്ത് ചെയ്യാ, TP എത്ര ഞാൻ വിടുക, ഒന്നിക്ക് TP അല്ലെങ്കിൽ കോസ്റ്റ്. അല്ലാതെ നമുക്ക് ഈ സൈക്കോളജി മാറ്റാൻ പറ്റില്ല. കാരണം ഫിയർ എന്ന സംഭവം മാറ്റാൻ അത് മാത്രം നമുക്ക് വകുപ്പുള്ളൂ, വേറെ വകുപ്പില്ല. ഒന്നിക്കൽ TP, അതിൽ എന്ത് ചെയ്യാം, SL അല്ല കോസ്റ്റ്. കാരണം നമുക്ക് അവിടെ ലോസ് വരുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 ട്രേഡ് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയേ. ആരായിരുന്നു ഇപ്പൊ എന്നോട് ചോദിച്ചത്? എന്റെ ഒരു വിനോദ്. ഓക്കെ, വിനോദ്, നമ്മൾ 10 ട്രേഡ് നമ്മൾ ഇതേപോലെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊരു 5 TP അടിച്ചാൽ മതി, അതിലൊരു 4 SL അടിച്ചാൽ പോലും നമ്മളത് ബാധിക്കില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലോസ് SL അടിക്കും, നമുക്ക് $10 അടിക്കും. ലാഭം എടുക്കും നമ്മൾ $2 കട്ടാക്കുകയും ചെയ്യും അല്ലേ? മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ ചാർട്ട് വാച്ച് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കാണുമ്പോ ആ സമയത്ത് ഒന്നെങ്കിൽ കട്ട് ചെയ്യും. അപ്പൊ ഈ രീതി ചെയ്താൽ മതി. അപ്പൊ സംഭവം എന്ത് ചെയ്യും, നമുക്ക് ഈ $10 ഇത് കവർ ചെയ്യാൻ വേണ്ടി, $10 SL കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് 5 ട്രേഡ് എടുക്കേണ്ടി വരും. ഇതിൽ വീണ്ടും അടിക്കും $1 കൂടി, ഏതെങ്കിലും ഒരു SL അടിച്ചാൽ വീണ്ടും 10 നമുക്ക് എന്നെ ആഡ് ചെയ്യാം നമ്മളെ ലോസിൽ. കൂടുതലും $5-6 ആ ലെവലിലെ SL വരാറ്. അപ്പൊ TP എന്ത് ചെയ്യും, ഒരു 10 വെക്കാം. 0.01 ആണ് ലോട്ട് എടുക്കാറുള്ളൂ, അത് കൂട്ടാറില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്തോ, 10 ഇത് വെച്ചോ, TP വെച്ചോ. 5-6 വെക്കുന്നു, 10 TP വെച്ചോ. 10 TP വെക്കും, പക്ഷെ 4-5 വരുമ്പോൾ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് വരച്ചത് നമ്മൾ SL ട്രീലിട്ട് മുന്നോട്ടേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, ഇന്ന് എടുത്ത ട്രേഡ് എല്ലാം അങ്ങനെ തന്നെയാണ്. TP എത്തുന്നതിന് തന്നെ കട്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, അതായത് SL ട്രെയിലിട്ട് കട്ട് ചെയ്യുന്നവരെ അവിടെ SL വെച്ചാൽ മതി, മോളോട് കയറ്റി വെക്കാം. കട്ട് ചെയ്യണേ കുറച്ച് സാധ്യത കിട്ടാണ് TP അടിക്കുമല്ലോ പോയിട്ട്. ഇന്ന് 46 ഒരു എൻട്രി ഉണ്ടായിരുന്നു ബൈ, അത് ഞാൻ ഒരു $6 കട്ടാക്കി. ഓക്കെ, നോ പ്രോബ്ലം. TP $10 ആയിരുന്നു വെച്ചാൽ, പക്ഷെ അത് കട്ടാക്കി. പക്ഷെ അവിടെ ട്രയൽ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഓക്കെ, ട്രെയിൽ ചെയ്താൽ മാത്രം മതി കേട്ടോ, ഒരിക്കലും കട്ട് ചെയ്യണ്ട. ട്രെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ SL കയറ്റി വെച്ചോളൂ, ട്രെയിൽ ചെയ്യണ്ട, കട്ട് ചെയ്യണ്ട. വിനോദായിട്ട് നോക്കിയിട്ട് അടുത്ത നമ്മളെ ലൈവ് സെഷൻ മിക്കാറ് Thursday ഇതുണ്ടോ, അതിന്റെ റിസൾട്ട് എന്തായാലും പറയണം കേട്ടോ. ഇനി അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്താ എക്സ്പീരിയൻസ് ഉണ്ടോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശരിക്കും നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി ചർച്ച ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഒരാൾ അതിനും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ശരിക്കും ഒരു സൈക്കോളജിന്റെ ക്ലാസ് അത് മാത്രമായിട്ടൊന്ന് വെക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി, വെറും സൈക്കോളജി മാത്രം. എന്താണ് യഥാർത്ഥ ട്രേഡിങ്, എന്താണ് അതിൽ വരുന്ന സൈക്കോളജി, എന്താണ് ഇതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ,
അത് എന്തായാലും ഞങ്ങൾ ഇന്ന് ഒരു ഇന്ററാക്ഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നൊന്നും ചെയ്യാതിരുന്നത്. അത് നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ക്ലാസ് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അതെന്തായാലും നമ്മളൊന്ന് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് പിന്നെ ഒരാൾ എക്സ്പീരിയൻസ് എന്താണ്, അത് ബാക്കിയുള്ളവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതറിയാൻ വേണ്ടിക്ക് ഇന്നത്തെ ഇങ്ങനെ ഒരു ലൈവ് വെച്ചത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അതെന്ത് മാറ്റാൻ വേണ്ടി ആരും ചെയ്തിട്ടുണ്ടോന്നില്ല. അപ്പൊ ആരും അതിനൊരു ഉത്തരം തന്നിട്ടില്ല, ചെയ്തിട്ടുണ്ടോ അല്ലെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡർ ആകാൻ പറ്റുള്ളൂ കേട്ടോ. അതൊന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി വേണ്ടിയാണെന്നുള്ള എന്ത് ചെയ്യുക, ആ ഒരു ഇതിലേക്ക് നിങ്ങളും മാറാം. ഇറ്റ്സ് ഓൺലി ഫോർ യുവേഴ്സ്. നമ്മൾ അറിയുന്ന കാര്യമാണ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങളത് പഠിക്കണേ. നമ്മളിത് പല ആൾക്കാരും നമ്മൾ സ്വയം പഠിച്ചല്ല, നമ്മളും പല ആൾക്കാരിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. നമ്മളെ മെന്റേഴ്സിന്റെ കയ്യിൽ നിന്നും അതുപോലെ നമ്മളെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിൽ നിന്നൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ എടുത്താൻ പറ്റുന്നത്. അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞിരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, അത് ഒരു ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശ്രമിക്കുക എല്ലാവർക്കും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ല, എങ്കിലും ശ്രമിക്കുക. അവനവന്റെ ക്യാഷാണ്, അവനവന്റെ ഹാർഡ് മണിയാണ്, അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ, ഇനി വേറെ ഡൗട്ടോ കാര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ജിഷ്ണു സാർ കൂടുതൽ കൺഫ്യൂഷൻ പിന്നെ എൻട്രി ടൈമിൽ ചിലപ്പോൾ ഒബിയിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ് എപ്പോഴും. എൻട്രി എടുക്കണോ വേണ്ടിയോ, അതേ അടുത്ത വെയിറ്റ് ചെയ്യണോ, വീണ്ടും കൺഫർമേഷൻ വെയിറ്റ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. ആ വരുന്ന ടൈമിൽ നിങ്ങളിപ്പോ മാർക്കറ്റ് ഡിസ്കഷൻ അല്ലേ വിനോദേട്ടൻ? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇനിമേൽ ട്രേഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഡിസ്കഷനിൽ ഒന്ന് ജസ്റ്റ് ചോദിക്കുക ഇവിടെ ഒരു ബൈ ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ മെന്റേഴ്സിനുള്ള ഉത്തരം തരുന്നതായിരിക്കും. ഓക്കെ, ആ പ്രശ്നം സോൾവ് ആയില്ലേ അവിടെ? എന്തിനാ നമുക്ക് നല്ലൊരു ഇനിയിപ്പോ ഇല്ല നല്ലൊരു ട്രേഡ് പോരെ, നമ്മൾ കുറെ 10 ചവർ ട്രേഡ് ചെയ്യുന്ന നല്ലല്ലേ, നമുക്കൊരു 2 3 ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടമാനം ട്രേഡ് എടുത്തുണ്ട്. 10-15 ട്രേഡ്. ഇപ്പൊ 3-4 ഞാനത് ലിമിറ്റ് ചെയ്തു. ജിഷ്ണു സാറായിട്ട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ അത് ഇപ്പൊ കമ്പൽസറി ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും 3-4 ട്രേഡ് അത്രേ ഉള്ളൂ. ഓക്കെ, എനിബഡി ഒരാഴ്ചയായിട്ട് അങ്ങനെ കീപ്പ് ചെയ്ത് പോണോ? അങ്ങനെ തന്നെ പോവാ. അതിനെന്ത് എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, ആ ഇതിൽ ഡൗട്ടുകൾ ചോദിക്കുക നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യുക, അത് ഡിസ്കസ് ചെയ്യുന്ന ശേഷം ട്രേഡ് എടുക്കുക. അത് നിങ്ങളൊരു മാസത്തിൽ 2-3 മാസങ്ങൾ കൺട്രീസ് ആയിട്ട് അങ്ങനെ പോകണം എന്ത് ചെയ്യില്ല, നല്ലൊരു എന്താ പറയാ അടിപൊളി സെറ്റപ്പ് ആയിട്ട് പോകും കാര്യങ്ങൾ നിങ്ങളെ ട്രേഡിങ്. ഓക്കെ, അപ്പൊ വിനോദേട്ടപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ എന്തൊരു എളിമയോടെ ഇപ്പൊ പറഞ്ഞു. ഞാൻ ഗ്രൂപ്പിലിട്ട് നാണം കെടുത്തി അത്രയും വിളിച്ച് പറഞ്ഞിട്ടാണ് ആക്കിയത് കേട്ടോ. എളിമ നോക്കണ്ടേ? അതിനുള്ള പോരാളിയുടെ അങ്ങനെ ഒരു ചരിത്രം കൂടി ഉണ്ടല്ലേ. അതായത് പുള്ളിയൊന്നും പറഞ്ഞതുമില്ല. അല്ല, ഞാൻ പെരുമ്പാവൂരാണ്, എറണാകുളം. ഓക്കെ, സോ ഗെയ്സ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ അധികം പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയുടെ കുറവ് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഈ 5 മാസം മുമ്പുള്ള കുറച്ച് മഹാന്മാരുണ്ട് ഇവിടെ, അവരൊന്നും നേരാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. കാരണം 5 മാസം തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. സോ പുതിയ ആളുകൾ ഇനി ഈ പാത തന്നെ പിന്തുടരരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിപ്പോ പറയുന്നത്. സോ മാക്സിമം പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ എത്രത്തോളം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് എത്രത്തോളം മാർക്കറ്റിൽ ഇരുന്ന് വാച്ച് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് സക്സസ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് കുറയ്ക്കാൻ പറ്റട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത്. സക്സസ് ആവാൻ ക്ഷമ വേണം, ടൈം എടുക്കും എന്നുള്ളത്. അപ്പൊ ആ എത്രത്തോളം ടൈം എടുക്കും എന്നുള്ളത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. സോ അത്രയേ ഉള്ളൂ പറയാനുള്ളത്. അപ്പൊ എന്നാൽ അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ എന്റെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒരുപാട് ഞാൻ ആ പോളിന്റെ ഇത് ഇട്ടായിരുന്നു. ഫിബ് ആണോ കൺഫർമേഷൻ, ഇപ്പൊ വിനോട്ടം പറഞ്ഞ കൺഫർമേഷൻസ് ആണോ എന്ന് അതെല്ലാവരും ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ നെക്സ്റ്റ് ലൈവ് തൊട്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ, നമ്മൾ ടോപ്പിക് ബേസിലുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കൺഫർമേഷൻസ് ഇപ്പൊ നമുക്ക് 2 തരത്തിലാണ് മെയിൻ ആയിട്ട് ഡൗട്ട്സ് വരിക. ഒന്ന് OB, നമ്മൾ എടുക്കുന്ന ഓർഡർ ബ്ലോക്ക് കറക്റ്റ് ആണോ എന്നുള്ളത്. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൺഫർമേഷൻ പാളി കഴിഞ്ഞാലും മാർക്കറ്റ് അവിടുന്ന് പോകും മുകളിലേക്ക്. ഓക്കെ, അല്ലെങ്കിൽ താഴേക്ക് വരും, ഏതാണോ OB അനുസരിച്ചിട്ട്. അപ്പൊ ആദ്യം നമ്മൾ OB ക്ലിയർ ആക്കണം. അതിനുശേഷം എല്ലാ OBന്നും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെ മാത്രം നിങ്ങൾ എവിടേക്ക് പോയാൽ മതി, കൺഫർമേഷനിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആദ്യം ഈ പുതിയതായിട്ടുള്ള സ്റ്റുഡൻസ് ആദ്യം OB മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഇപ്പൊ ഒരു 10 മാർക്ക് ചെയ്തിട്ട് 10 OBയിൽ ഒരു 7 മാർക്കറ്റ് നല്ല രീതിയിൽ വിചാരിച്ച പോലെ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ കൺഫർമേഷൻസ് നോക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ ടോപ്പിക് ബേസിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ലൈവ് തൊട്ടിട്ട് ടോപ്പിക് ബേസിൽ തന്നെ സംസാരിച്ച് പോവാം കേട്ടോ. ഓക്കെ, പ്ലസ് ട്രേഡും കൂടെ ആയിട്ട്.
സോ ഗൈസ് എല്ലാവരും കാരണം ആക്റ്റീവ് ഓക്കെ ആയിട്ട് ഒരു നിൽക്കുക. ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞോളൂ. ചോദിക്കാനുണ്ടായിരുന്നു. ആ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു $3 ലോസിലാണ് നിൽക്കുന്നത്. ക്ലോസ് ചെയ്യണോ, എന്താണ് വേണ്ടത്? താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ? വായിക്കട്ടെ. വേണ്ട. ശരിക്കും ശരിക്കും എപ്പോഴാണ് അവിടെ നമ്മൾ ആ ട്രേഡ് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോ നിലവിൽ ഉള്ള ആളുകൾ പോണ പോക്കിലെന്ന് ഒരു സെല്ല് ഇട്ടിട്ട് പോയിക്കോളൂ. SL ഒരു 75 വെച്ചിട്ട് കേട്ടോ. ഓക്കെ, അതായത് ടാർഗറ്റ് 69 അല്ലെ? ഞാൻ ഇനി ഇപ്പൊ എടുക്കാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കൺഫർമേഷൻ നിങ്ങൾ എടുത്ത കൺഫർമേഷൻസിൽ അവിടെ അതിന് സെല്ല് ഇല്ലായിരുന്നു അങ്ങനെ ആ ഒരു ചെയ്യലിൽ കേട്ടോ. മാക്സിമം നോക്കുക കൺഫർമേഷൻസിന്റെ കാര്യം കറക്റ്റ് ഒരു ഇത് കിട്ടിയിട്ട്. അപ്പോ ഇത് ക്ലോസ് ഓക്കെ, ചെയ്യണതാണോ പറയുന്നത്? ഇപ്പൊ ഒരു വേണ്ട. അതിന് 2:30 ഉള്ളൂ. ആ വേണ്ട SL വെച്ചതല്ലേ? SL അതെ വെച്ചല്ലേ, അതെ. അതങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. പിന്നെ ആ ഓക്കെ. പേടിക്കണ്ട. നമ്മൾ ഈ 75 എന്ന് പറയുമ്പോ 67 8 ലോസ് വരും. അങ്ങനെ അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോ ഒരു SL 5 വരെ വെക്കാൻ എത്തുകയാണെങ്കിൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാം അല്ലെ? ലോസ് അങ്ങനെ ഒരു 5:30 എത്തുകയാണെങ്കിൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്തോളൂ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. അന്വേഷിച്ചത് മാത്രം. ഓക്കെ അല്ലേ? അപ്പൊ കൺഫർമേഷൻ എടുക്കുമ്പോൾ കാരണം ഇപ്പൊ നോക്കാം. ഒരു ഏകദേശം ഒരു റേഞ്ച് ഇതിലല്ലേ നിൽക്കുന്നത് ഏകദേശം അല്ലേ? അതിപ്പോ റേഞ്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഒരു ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സെല്ലിലേക്കുള്ള ചെറിയ പുഷ് വരുന്നുണ്ട്. പക്ഷെ അത് സ്ട്രോങ് കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് കറക്റ്റ് ഒരു ഇത് പറയാത്തത്. പറയാനുള്ള ഒരു ഏരിയ ഉണ്ടായിട്ടുമില്ല കൺഫർമേഷനെ. അപ്പൊ കൺഫർമേഷൻ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞു തരണ്ടേ ഇതിലൊക്കെ എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. മൊമെന്റും ഞാനിപ്പോ കാര്യങ്ങളൊക്കെ TP കൂടെ വെച്ചിരിക്കുന്നത് നമുക്ക് പറയാം നോക്കാം. 33.60 TP വെച്ചിരിക്കുന്നത്. അത് ആ 2-3 കഴിഞ്ഞ് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അല്ലെ? അത്രയും ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. അത് നിങ്ങളുടെ സൈക്കോളജി ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരാനുള്ളതാണ് കേട്ടോ. ട്രേഡ് ചെയ്തോളൂ. അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് മാറുക. അല്ല നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ കുറെ ദിവസം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓങ്ങിയിരിക്കുന്നു ഒരു ട്രേഡ് എടുക്കാനായിട്ട്. എടുത്ത വഴിക്കാൻ പോയിട്ട് പോവുകയും ചെയ്തു. ഓക്കെ റെഡിയാവും. ഓക്കെ, അപ്പൊ എന്നാ നെക്സ്റ്റ് ക്ലാസ് കാണാവേ ഗൈസ്. ഓക്കെ, ബൈ. ഓക്കെ, ശരി ഓക്കെ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ഓക്കെ, ബൈ.